കിതാബ് വായിക്കും പോലെ തന്നെയാണ് മുസ്ലിംമാർ വ്യവസ്ഥയും വായിച്ചെന്ന് ഇപ്പൊ മനസ്സിലായി. മുഴുവൻ വായിച്ചിട്ട് ശീലമില്ല. കാരണം വ്യവസ്ഥയിൽ എന്താ ഉള്ളത്? വ്യവസ്ഥ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. എന്താണ്? സുന്നിവാദം അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു. അത് തെളിയിച്ചു എന്നാണ് ഇവിടെ അവകാശപ്പെട്ടത്. സ്വാഭാവികമായും ഞങ്ങളുടെ വാദം എന്താണ്? ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചുവെന്ന സുന്നിവാദം സത്യവിരുദ്ധമാണ്. ആ വിഷയം സമർത്ഥിക്കുന്നതിനിടയിലാണ് നിങ്ങൾ പറഞ്ഞത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും. അള്ളാഹു കൊടുത്ത നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വിഷയാവതരണത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന മറുപടിയിലായിരുന്നു പറയേണ്ടിയിരുന്നത്. നിങ്ങൾ ഇവിടെ പറയുമ്പോൾ ആലോചിക്കണ്ടേ എന്തൊക്കെയാ പറയേണ്ടത്? ചോദ്യം വരുമ്പോഴാണോ ആലോചിക്കേണ്ടത്? ഞങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ നടത്തിയ പരാമർശത്തിനാണ് മറുപടി കൊടുത്തത്. ഞങ്ങൾ പ്രാർത്ഥന എന്നതിന് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത്, മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് എന്നൊക്കെ നിർവചനം കൊടുത്തു എന്ന് പറഞ്ഞ് ആ നിർവചനത്തിലേക്കൊന്നും വരാതെ നിങ്ങളിവിടെ പറഞ്ഞതെന്താണ്? അള്ളാഹു കൊടുത്ത കഴിവ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് സഹായം ചോദിക്കുന്നത് എന്ന നിലയിൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് നിന്ന് തേടിയെന്നൊക്കെയല്ലേ? അതൊക്കെ ചോദിക്കേണ്ട സമയമുണ്ട്, ഞങ്ങൾ ചോദിച്ചോളും. ആ സമയത്ത് പറഞ്ഞാൽ മതി. ഉള്ള മറുപടിയൊക്കെ ഏതെങ്കിലും ചോദ്യത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണ്? സ്വന്തം അനുഭവമാണെന്ന് തോന്നുന്നു കവിയുടെ അനുഭവമാക്കി നമ്മുടെ സുഹൃത്ത് ഇവിടെ വിശദീകരിച്ചത്. ഇത് നിങ്ങൾക്ക് അനുഭവം പറയാനുള്ള അവസരമല്ലല്ലോ, പ്രമാണങ്ങൾ പറയാനുള്ള സമയമാണ്. അതുകൊണ്ട് പ്രമാണങ്ങളുണ്ടെങ്കിൽ പറയണം. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ വാദം, നിങ്ങൾ ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മുജാഹിദുകൾക്ക് അബദ്ധം വരുന്നു എന്നതിന് തെളിവായി നിങ്ങൾ പറയുന്നത് കഴിവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂല് പ്രബോധന പ്രവർത്തനം നടത്തിയിരുന്ന സമൂഹത്തിൽ, അല്ലാഹുവിന്റെ റസൂല് പ്രബോധനം നടത്തിയിരുന്ന സമൂഹത്തിൽ അവരല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയിരുന്നു. ആ വിളിച്ചു തേടിയിരുന്നവർ അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നല്ല, സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസമാണോ അവർക്കുണ്ടായിരുന്നത് എന്ന ഞങ്ങളുടെ ചോദ്യം. പിന്നെ ചോദ്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാം. ഞങ്ങൾക്കറിയാം അതേ നിങ്ങളുടെ കയ്യിലുണ്ടാകൂ. എന്തേ ഞങ്ങളിത് ചോദിക്കാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യം, അതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. അന്ന ഉബാദൽ അസ്നാമി കാനൂ യഖൂലൂന ബിഅന്ന അല്ലാഹ തആല അലീമുസ് ശൈനി ഖലഖൽ മലായിക വജഅലഹും മുഖറബീന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാണ് ഉന്നതൻ, അവൻ തന്നെയാണ് അത്യുന്നതൻ, അവനാണ് മലക്കുകളെ സൃഷ്ടിച്ചത്. വജഅലഹും മുഖറബീന, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുഖറബുകളാക്കുകയും ചെയ്തു. ഫഹും യഅബുദൂനല്ലാഹ, അല്ലാഹുവിനോട് അടുത്ത മലക്കുകൾ അവരല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്. വഖലഖഹും ലിഇബാദതിഹി, ആ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ബഹുദൈവ വിശ്വാസികൾ, വിഗ്രഹാരാധകരായ ആളുകൾ പറയുകയാണ് അല്ലാഹുവാണ് ഉന്നതൻ, മലക്കുകൾ അവന്റെ സൃഷ്ടികൾ, അവന്റെ സാമീപ്യമുള്ളവർ, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചവർ. വനഹനു, എന്നാൽ നാമോ ലിനുസൂലി ദറജത്തിന, നമ്മുടെ പദവി വളരെ താഴെയാണ്. മലക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോ നമ്മൾ വളരെ താഴെയുള്ളവരാണല്ലോ. ലാ നസ്ലുഹു ലിഇബാദത്തില്ല, അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനെ നേർക്ക് നേരെ ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. വഹും യഅബുദൂനല്ലാഹ ഫനഅബുദുൽ മലായിക, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മലക്കുകളെ ഇബാദത്ത് ചെയ്യണം. എന്നിട്ടോ വഹും യഅബുദൂനല്ലാഹ, ആ മലക്കുകൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നതായിരുന്നു വിഗ്രഹാരാധകരുടെ വിശ്വാസം. ഈ വിശ്വാസമുള്ള സമൂഹം അവര് പറഞ്ഞ അതേ ന്യായം നിങ്ങളും ഇവിടെ പറഞ്ഞു, കൊടുത്ത കഴിവിന്റെ ന്യായം. ആ ന്യായം കൊണ്ടാണ് ചോദിച്ചത് എന്തായിരുന്നു അവരുടെ വിശ്വാസം. മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവ് കൊണ്ടല്ല, അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ല, മറിച്ച് സ്വയം കഴിവുകൊണ്ട് ഈവർ ഞങ്ങളെ സഹായിക്കും എന്ന വിശ്വാസത്തോടെയായിരുന്നു മഹാന്മാരോട് തേടിയിരുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം.
കോട്ടക്കൽ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അവിടെ പറഞ്ഞത് ഇവിടെയും ഞാൻ ആവർത്തിക്കട്ടെ. ഉത്തരമുണ്ടെങ്കിൽ പറയുക, ബന്ധം ഞാൻ അപ്പോൾ വിശദീകരിക്കാം. അത് വിശദീകരിക്കേണ്ടത് ഞാനാണത് ബോധ്യപ്പെടുത്തേണ്ടത്. ഞാനാണ് ചോദ്യം ചോദിച്ചത്, മുജാഹിദ് ഭാഗമാണ് ചോദ്യം ചോദിച്ചത്. ഞങ്ങൾ ചോദിച്ച ചോദ്യം വിഷയവുമായി ബന്ധമുള്ളതാണെന്ന് നിങ്ങൾ മറുപടി പറയൂ, അപ്പോൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. മറുപടിയില്ലെങ്കിൽ അതില്ല എന്ന് പറയാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തര. ഏതെന്നറിയോ? മറുപടി നിങ്ങൾ പറയൂ, ബന്ധം ഞങ്ങൾ സ്ഥിരപ്പെടുത്തി തരാം. അങ്ങനെയല്ല, ബന്ധം നിങ്ങൾ സ്ഥിരപ്പെടുത്തൂ, മറുപടി ഞങ്ങൾ പറയാം. ഇതല്ലേ മാന്യത? മറുപടി പറഞ്ഞിട്ട് പിന്നെ ബന്ധം സ്ഥിരപ്പെടുത്താം. കോടതി പിരിഞ്ഞിട്ട് ന്യായം പറഞ്ഞിട്ട് എന്ത് കാര്യ മൗലവി? ഈ ജാതി പൊട്ടത്തരൊക്കെ പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അപ്പൊ ബന്ധം ആദ്യം സ്ഥിരപ്പെടുത്തുക, എന്നാ മറുപടി അങ്ങ് പറയും. അതെന്നെ പ്രശ്നം. ഇത് കോട്ടക്കെന്നും പറഞ്ഞു ഇനി പൊട്ടത്തരം കോട്ടക്കെന്നും പറഞ്ഞു. കാരണം എന്താ? നിങ്ങൾ മറുപടി പറയൂ. അങ്ങനെ ചോദിച്ചത് ലോഹുറുസ്കാരം ചോദിച്ചത്. ലോഹുസ്കരിക്കൽ ശിർക്കാണോ? ഞങ്ങൾ പറഞ്ഞ വിഷയത്തിൽ പെട്ടതല്ല. അപ്പൊ നിങ്ങൾ ഉത്തരം പറയൂ, ബന്ധം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയല്ല, നിങ്ങൾ ബന്ധം പറയൂ, മറുപടി ഞങ്ങൾ പറയാം. കാരണം ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പറയുന്ന തെളിവ് എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞൊക്കെ തെളിവ് ചോദിക്കല. നിങ്ങൾ തറാവീഹ് 20 എന്താ അതിന് തെളിവ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ മറുപടി അറിയോ? പറയൂല. അത് ഞങ്ങൾ മുഖാമുഖം സംഘടിപ്പിക്കാറുണ്ട്, നിങ്ങൾ അവിടെ വന്നോളൂ. അപ്പൊ ചുരുക്കത്തിൽ ഞങ്ങൾ വിഷയാവതരണത്തിൽ പറഞ്ഞതിന് തെളിവ് പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നൽകുന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് ചോദിച്ചാൽ അത് ശിർക്കാവുമെന്ന് നിങ്ങളുടെ ഈ പറഞ്ഞ നിർവചനത്തിൽ നിന്ന് വരുന്നു. പ്രത്യേകിച്ച് വഫാത്തിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചാൽ അത് ശിർക്കാകും എന്ന് നിങ്ങളുടെ വാദത്തിൽ നിന്ന്, നിർവചനത്തിൽ നിന്ന് വരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്കതിന് ഒരു കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഖുർആനാണല്ലോ നമ്മുടെ തെളിവ്, ഹദീസാണല്ലോ നമ്മുടെ തെളിവ്. അതെ, വ്യക്തമായി ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബി തങ്ങളാ പഠിപ്പിച്ചത്. എന്താ ഹദീസിനെ തൊടാനൊരു പേടി? നിർവചനം പൊടിയുന്നുണ്ടല്ലേ. എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എവിടെ നിർവചനം? ഞങ്ങൾതല്ലേ, ഞങ്ങൾ തെളിയിച്ചു തരാം. അതിലല്ലേ ഒരു സെഷൻ. അതിപ്പോ തന്നെ പറഞ്ഞാ പിന്നെ മൗലവി അപ്പെന്താ ചോദിക്കുക? അപ്പൊ അതുകൊണ്ട് അയ്യാതി പൊട്ടത്തരൊന്നും പറയണ്ട. വളരെ വ്യക്തമായി ഞാൻ പറയുന്നത്, ഞങ്ങൾ വിഷയാവതരണത്തിൽ പറഞ്ഞു, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവർക്ക് നൽകുന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് ചോദിച്ചാൽ അതൊരിക്കലും ശിർക്കല്ല. നിങ്ങളുടെ നിർവചനത്തിൽ നിന്ന് അങ്ങനെ കിട്ടുന്നു. എന്നാൽ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അതുപോലെ ഇൻ തദ്ഊഹും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഈ ആയത്തുകളൊക്കെ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിയാണ് പറയുന്നത്, എന്റെ വഫാത്തിനു ശേഷവും എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ സംവാദം നടത്തി വളരെ മുതലായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ഇതിനെന്നെ സംവാദം ഓരോ കാര്യം പഠിപ്പിച്ചു കൊടുക്കല, അതെന്നെ ലക്ഷ്യം. മുജാഹിദ് പ്രവർത്തകരും ആലോചിച്ചോ, നെഞ്ചത്ത് കൈവച്ച് ഇത്ര കാലവും പഠിപ്പിച്ചില്ലേ അള്ളാഹുവിന്റെ റസൂലിനെ വഫാത്തിന് ശേഷം ഉത്തരം കിട്ടുമെന്ന വിചാരത്തിൽ വിളിച്ചാൽ ശിർക്കാവുന്ന്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതന്നെയാണ് മുഅ്ജിസത്ത് കറാമത്ത്. ഞങ്ങൾ ചോദിക്കുന്നത് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്ത് കൊണ്ട് അള്ളാഹു നൽകുന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം ചെയ്യും. അത് വഫാത്തിന് ശേഷവും നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ. കാരണം എന്താണ്? നിങ്ങളെ നിർവചനം തെറ്റാണെന്ന് സ്ഥാപിക്കലാണ്. വ്യവസ്ഥ മൂപ്പര് എന്നോടൊന്ന് വായിപ്പിച്ചു കൊടുക്കാം നമുക്ക്. ഇത് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചതാ. വ്യവസ്ഥ വായിക്കേണ്ടി വരും. നോക്ക് നിങ്ങൾ, എന്താ വാദം എന്നറിയോ? സുന്നി വാദം. അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു എന്നാണ് വാദം. അതിന് മുജാഹിദുകൾ എഴുതിയത്, ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന സുന്നിവാദം സത്യവിരുദ്ധമാണ്. ഇനി ഞങ്ങളെ വാദം തെളിയിച്ചു കേട്ടോളൂ.
അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ അബദ്ധം സംഭവിച്ചു. എന്തുകൊണ്ട്? അവർ പറഞ്ഞ നിർവചനത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകുന്ന മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ വഫാത്തിനു ശേഷം കേൾക്കും ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അത് ശിർക്കാണെന്ന് ഈ നിർവചനത്തിൽ വരുന്നു. എന്നാൽ എല്ലാ ഹദീസും ആയത്തും പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ള പറയുന്നു എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. കഴിഞ്ഞില്ലേ കാര്യം? നിങ്ങൾ നിർവചനം പോയില്ലേ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു വന്ന സുന്നിവാദം സത്യവിരുദ്ധമാണ്. നിങ്ങൾ തെളിയിക്കി. ഞങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ നിർവചനം ഇവിടെ ഇല്ല. ആ നിർവചനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതിന് പ്രതികരിക്കണം. അതിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചെയ്യാൻ കഴിയാത്ത കാലത്തോളം ഞങ്ങളുടെ വാദം സ്ഥിരപ്പെടും. പിന്നെ ഞങ്ങൾ തെളിവ് ഇൻഷാ അല്ലാഹ് പറയും. അതിന് ടൈമുണ്ട്. അത് രണ്ടാമത്തെ സെഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതി മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ സുന്നികൾ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിയാസ നടത്തുന്നത് പ്രാർത്ഥനയുടെ നിർവചനത്തിൽ അവർ പിഴവ് വരുത്തിയതിനാലാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ അവിടെ പറയൂ. ഞങ്ങൾ മണിമണിയായി പറഞ്ഞു തരും. കിതാബുകൾ എവിടെയുണ്ട്, രേഖകളുണ്ട്. ഇതിന് മൂപ്പർക്കറിയാം. ഈ വാദവുമായി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ വല്ലാതെ വിഷമിക്കേണ്ടി വരും. എന്നിട്ട് അടുത്ത സെഷനിക്ക് ചാടുക. അയ്യാതി പരിപാടിയൊക്കെ പഠിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഹനീഫ മൗലവി ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയുന്നു, ഞങ്ങൾ വ്യവസ്ഥയിലും വിഷയാവതനത്തിലും പറഞ്ഞ് തെളിയിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി എന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. അതിനെയാണ് അതാ ഒറ്റ ഹദീസ് മതി. ഫൈസലാത്തിന് രണ്ടെണ്ണം പറഞ്ഞത് മൂപ്പരെ ഔദാര്യം കൊണ്ട് പറഞ്ഞതാ. ഒറ്റ ഹദീസ് മതി നിങ്ങളെ നിർവചനം പൊടിയാൻ. കാരണം നിർവചനത്തിൽ നിന്ന് വരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ വഫാത്തിന് ശേഷം വിളിച്ചാൽ അത് തെറ്റാണ്, ശിർക്കാണ് എന്ന് വരുന്നു. എന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കഴിഞ്ഞില്ലേ? നിർവചനം പൊളിഞ്ഞില്ലേ? പിന്നെ ഞങ്ങളതല്ലേ? അത് ഞങ്ങൾ പറയാം. തീർച്ചയായും പറയാം. ഒഴിഞ്ഞു മാറില്ല. നിങ്ങൾ എവിടെ ചോദിച്ചോ പറയാം. വിഷയത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിയിട്ട് രക്ഷപ്പെടാനുള്ള അടവുണ്ടല്ലോ. തൽക്കാലം നടക്കുകയില്ല മൗലവിമാരെ. ആരെ സഹായത്തിന് വിളിച്ചാലും അത് നടക്കൂല. ജിന്നായാലും കുഴപ്പമില്ല, മലക്കായാലും കുഴപ്പമില്ല, എവിടെയായാലും കുഴപ്പമില്ല. ഞങ്ങൾ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. റാജിയൊക്കെ നമുക്ക് വായിക്കാം. ഞങ്ങളെ വാദം പൊളിക്കാനല്ലേ നിങ്ങൾ വായിക്കുന്നത്. അതിന് ശേഷം വരുന്നുണ്ട്. നിങ്ങൾ അവിടെ റാജി വായിക്ക്, മറുപടി അങ്ങ് പറയും. അവിടെ ഇബ്നു കസീർ വായിക്ക്, മറുപടി അങ്ങ് പറയും. ഇപ്പൊ നിങ്ങളെ വാദമാണ് പൊളിച്ചത്. സദസ്സിനോടും ഈ വിഷയത്തോടും യോജിക്കാത്ത അപശബ്ദങ്ങളൊന്നും ഉയർത്തരുതെന്ന് പ്രത്യേകം ഉണർത്തുന്നു. പൊളിയുന്നു എന്ന് സമാധാനിക്കുന്നത് നല്ലതാണ്. നിർവചനം പൊളിച്ചു കഴിഞ്ഞു എന്നാണ്. എന്താ നിർവചനം തന്നെ നിങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാ ഞങ്ങൾ പറയണത്. എന്താണ് മുജാഹിദുകളുടെ നിർവചനം എന്ന് വിശദീകരിച്ച് എങ്ങനെയാണത് പൊളിച്ചത്? ഇപ്പൊ ഒരാൾ ഇവിടെ നിന്നിട്ട് പറയാ ഈ ബിൽഡിംഗ് ഞാൻ പൊളിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് രാവിലെ 10 മണി മുതൽ 5 മണി വരെ കയ്യും കെട്ടി നിന്ന് പറഞ്ഞാലും ബിൽഡിംഗ് ഇവിടെ ഉണ്ടാകും. അത് പൊളിക്കാൻ, ഈ ബിൽഡിംഗിന്റെ സ്ട്രക്ചർ പൊളിക്കാൻ എങ്ങനെ പൊളിച്ചു എന്ന് ബോധ്യപ്പെടുത്തണം. ഇതാ ഇവിടെ ബിൽഡിംഗ് ഇല്ല, അതിന്റെ തൂണത അവിടെ, ചുവര അവിടെ എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. അത് ബോധ്യപ്പെടുത്താതെ ഈ ബിൽഡിംഗ് ഞങ്ങൾ ഇങ്ങനെ തന്നെ കാണുന്നു. ഏത് നിർവചനമാണ് പൊളിച്ചത്? ഏത് നിർവചനമാണ് നിങ്ങൾ പൊളിച്ചത്? ഞങ്ങളുടെ നിർവചനം പൊളിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട്, പൊളിയും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയാവതരണത്തിൽ നിങ്ങൾ പറഞ്ഞ വാദം, ഏറ്റവും പ്രധാനമായി നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ ചോദിക്കുക, അത് ഞങ്ങൾ അവിടെ പറയും. അത് ആദ്യം പറയുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു എവിടെയാ പറയേണ്ടത് എന്ന്. നിങ്ങൾ ഇവിടെ പറഞ്ഞു തെളിവ്. എന്താ തെളിവ് പറഞ്ഞത്? ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ തെളിവ്. ആ തെളിവിന് അടിസ്ഥാനമായി നിങ്ങൾ ഉന്നയിച്ച വാദം എന്താണ്? കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നു. മക്കയിലുള്ള ആളുകളും വിചാരിച്ചിരുന്നത്, വിശ്വസിച്ചിരുന്നത് അതേ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ സമ്പ്രദായത്തെ പറ്റി അല്ലാഹു പറഞ്ഞത്, വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ ദആ റബ്ബഹു മുനീബൻ ഇലൈഹി സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻഹു നസിയ മാ കാന യദഉ ഇലൈഹി മിൻ ഖബ്ൽ വജഅല ലില്ലാഹി അൻദാദൻ ലിയുദില്ല അൻ സബീലിഹി ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീലാ ഇന്നക മിൻ അസ്ഹാബിൻ നാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു.
ഇമാം ഖുർത്തുബി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ റാജിയൻ ഇലൈഹി മുഖ്ബിതൻ മുതിയൻ ലഹു മുസ്തഗീസൻ ബിഹി ഫീ ഇസാലത്തി തിൽക ശിദ്ദ. അല്ലാഹു വേണ്ടെന്നല്ല, അല്ലാഹു ഇല്ലെന്നല്ല, അല്ലാഹു ഒരു കഴിവും ഇല്ലാത്തവനാണെന്നല്ല, മറിച്ച് ഈ സന്ദർഭത്തിൽ അവർ അല്ലാഹുവിലേക്ക് തിരിയുകയാണ്. മുഖ്ബിതൻ മുതിയൻ ലഹു, അല്ലാഹുവിന് കീഴൊതുങ്ങി അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവർ അല്ലാഹുവിലേക്ക് തിരിയുന്നു. തീർന്നില്ല, മുസ്തഗീസൻ ബിഹി, അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിക്കൊണ്ട്. സ്വയം കഴിവുണ്ട് എന്ന് മക്കക്കാർ വിചാരിച്ചിരുന്നോ? അല്ലാഹ് വേണ്ടെന്ന് വിചാരിച്ചിരുന്നോ? ഞങ്ങളുടെ നിർവചനം പൊളിഞ്ഞു. ഞങ്ങൾ ദുആ ചെയ്യുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ സഹായം തേടുന്നത് സ്വയം കഴിവ് വിശ്വാസം കൊണ്ടാണ്, സ്വയം കഴിവില്ല എന്ന വിശ്വാസത്തോടെയാണ് എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയാവതരണത്തിൽ വിശദീകരിച്ചത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇനി ഇമാം ഇബ്നു കസീർ, ഇമാം ത്വബരി ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നു, ദഅ റബ്ബഹു, അല്ലാഹുവിനോട് മക്കക്കാർ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് മക്കക്കാർ ദുആ ചെയ്യുന്നു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരല്ല, അവരെ എതിർക്കുന്നവർ. യഖൂലു ഇസ്തഗാസ ബിറബ്ബിഹി, തങ്ങളുടെ രക്ഷിതാവിനോട്, അവരുടെ രക്ഷിതാവിനോട് അവർ ഇസ്തിഗാസ നടത്തുകയാണ്. അല്ലദീ ഖലഖഹു, അവരെ സൃഷ്ടിച്ച രക്ഷിതാവിനോട് അവർ ഇസ്തിഗാസ നടത്തുന്നു എന്നാണ് പറഞ്ഞത്. ചോദ്യം പ്രസക്തമാണ്. പ്രസക്തമല്ലെന്ന് പറയാനേ നിങ്ങൾക്ക് കഴിയൂ. ഞാൻ പറഞ്ഞല്ലോ, മറുപടി പറയണം, ബന്ധം ബോധ്യപ്പെടുത്തുമെന്ന്. മറുപടി പറയൂ, നിങ്ങൾ ബന്ധം ബോധ്യപ്പെടുത്തേണ്ടി വരില്ല. അതുകൊണ്ടാ പറഞ്ഞത് മറുപടി പറയണമെന്ന്. ജനങ്ങൾക്കത് ബോധ്യപ്പെടും. ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളത് വിശദീകരിക്കുകയും ചെയ്യും. നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ലേ, ചോദിച്ചിരുന്നു, മറുപടി പറയാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? എന്തിനാണ് നേഷാദസ്തനി പലയിടത്തുമായി അതിനുശേഷവും നമ്മൾ മുട്ടിയല്ലോ. കോട്ടക്കൽ സംവാദത്തിൽ നിങ്ങളോതിയ ആയത്തിന് ഏതെങ്കിലും ഒരു മുഫസ്സിർ വഫാത്തായ റസൂലിനോട് ഇസ്തിഗാസ നടത്താനായി ഇത് വ്യാഖ്യാനിച്ചതായി തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ പണി അവസാനിപ്പിക്കും ഞാനെന്ന് നന്ദിയിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു. നിങ്ങൾ മറുപടി പറഞ്ഞു നിർത്തിക്കോ എന്ന്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ വായിക്കാൻ പോവുകയാണ് എന്ന്. കോട്ടക്കൽ വായിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നന്ദിയിലും നിങ്ങൾ വായിച്ചില്ല. ആ ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നിങ്ങളുടെ വാക്കുകൊണ്ടുള്ള കസർത്ത് കളിയാണ്. ജനങ്ങൾക്കതല്ല ആവശ്യം. ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ വളരെ കുറച്ചാളുകൾ അവർക്ക് നിങ്ങളുടെ ഇത്തരം പരിഹാസങ്ങളൊക്കെ രസിക്കുന്നുണ്ടാകാം. പക്ഷേ പുറത്ത് സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ചാനലുകളിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി സംസാരിക്കുക. പണ്ഡിതന്മാരാണ് എന്ന ബോധത്തോടുകൂടി, ആ ഒരു നിലവാരത്തോടുകൂടി സംസാരിക്കുക. അവർക്ക് ജനങ്ങൾക്ക് വേണ്ടത് പ്രമാണങ്ങളാണ്. ഈ ആളുകൾക്ക് പരിഹാസം രുചിക്കും, പരിഹാസം രസിക്കും എന്ന് കരുതി പുറത്തു നിന്ന് കേൾക്കുന്നവരെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മക്കയിലുള്ള ആളുകൾ സ്വയം കഴിവ് വിശ്വസിച്ചുകൊണ്ടാണ് അല്ലാഹു അല്ലാത്തവരോട് തേടിയത് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അത് തെളിയിക്കുക. പുറത്തുള്ള ജനങ്ങൾ കാണുന്ന മൂപ്പർക്ക് പേടി തോന്നുന്നുണ്ട്. അതിന്റെ ബേജാറാണിപ്പോ പറയുന്നത്. പുറത്തെ ആളുകൾ കാണുന്നുണ്ട്. ഞങ്ങൾ അതാണ് വ്യക്തമായി പറയുന്നത്. ഈ സമൂഹം പഠിക്കട്ടെ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല. അതിലിവിടെ ആർക്കും തർക്കമില്ല. പക്ഷേ തർക്കം എവിടെയാണ്? ആ ദുആ എന്താണ് എന്നതാണ് തർക്കം. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി. നിങ്ങൾ വിചാരിച്ച എന്താണ്? മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതൊക്കെയും ഈ നിർവചനത്തിൽ പ്പെടുത്തിയിട്ട് മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് അതാണ് പ്രാർത്ഥന എന്ന് നിങ്ങൾ നിർവചനം നൽകി. അതിനാണ് ഞാൻ പറഞ്ഞത്, മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് ഒറ്റ വാക്ക് തന്നെ മതി നിങ്ങളുടെ സകല വലകളും തകർന്ന് തരിപ്പണമാവാൻ. മൗലവിമാരെ, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ, എന്നെ വഫാത്തിന് ശേഷം വിളിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരിപ്പം നന്ദിയിലുള്ളത്, പാലുവീലാന്നുള്ള ഓർമ്മയും കൂടി ഇല്ല. നന്ദിയിൽ പറഞ്ഞതിന് അവിടെ പറയുന്നുണ്ട്. പിന്നെ ഉന്തുർന അതൊക്കെ കാണിച്ചു തന്നതല്ലേ മൗലവി? അങ്ങനെയല്ലേ ളുഹ്ർ നിസ്കരിപ്പിച്ചത്? എവിടെന്ന് അങ്ങനെയല്ലേ നമ്മൾ ളുഹ്ർ നിസ്കരിപ്പിച്ചത്? ഇനി നിങ്ങൾക്ക് ഉന്തുർന ചർച്ച ചെയ്യണോ? താല്പര്യമുണ്ടോ? വ്യവസ്ഥ എഴുതിക്കോളൂ, ഞങ്ങളെപ്പോഴും റെഡിയാണ്. ഞങ്ങൾ പറഞ്ഞ് തെളിയിക്കും കേട്ടോ, അതിനൊരു പേടിയില്ല. വ്യവസ്ഥ എഴുതുക, സംവാദം ഉണ്ടാക്കുക, ഞങ്ങളൊക്കെ റെഡിയാണ്. ഞങ്ങൾ ഓരോ സംവാദം ഉണ്ടാക്കുമ്പോഴും ജനങ്ങൾക്ക് അതിൻ്റെതായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അത് ഉള്ളിലുള്ളവരും പഠിക്കുന്നുണ്ട്, പുറത്തുള്ളവരും പഠിക്കുന്നുണ്ട്, പറയുന്ന മൗലവിയും പഠിക്കുന്നുണ്ട്. അതാണല്ലോ മൂപ്പര് തൊടാത്തത്. ആ ഹദീസിനെ തൊടാൻ കഴിഞ്ഞില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലല്ലേ പറയുന്നത്, എന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എവിടെ നിങ്ങളെ നിർവചനം എന്ന് ചോദിക്കാൻ? നിർവചനത്തിൽ എങ്ങനെ പെട്ടത്? ഞാൻ വായിച്ചു തന്നല്ലോ. നിങ്ങളുടെ മദ്രസയിലെ പാഠപുസ്തകമാണ് എന്റെ കയ്യിൽ. ഇസ്ലാമിക വിശ്വാസങ്ങൾ. ഇതിൽ പറയുന്നു, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനു ശേഷം അവിടുത്തെ ഉത്തരം ചെയ്യുമെന്ന ബോധത്തോടെ വിളിക്കുന്നത് മനുഷ്യ കഴിവിനപ്പുറത്തുള്ളതാണല്ലോ. അതാണ് നിങ്ങൾ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞത്. അങ്ങനെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ കൊടുത്ത കഴിവെന്ന് എന്ന് പറഞ്ഞില്ല. പിന്നെ കൊടുക്കാത്ത കഴിവെന്നാണോ ഉത്തരം ചെയ്യൽ? ഉത്തരം ചെയ്യൽ പിന്നെ എന്തിൽ നിന്നാണ്? ആ ഹദീസ് തന്നെ. പിന്നെ നമ്മൾ നിങ്ങളുടെ നിർവചനം പൊളിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് പൊളിയില്ല. പക്ഷെ തെളിവ് പറഞ്ഞാൽ പൊളിയും. തെളിവാണല്ലോ പറഞ്ഞത്. എന്താണ് നിങ്ങൾക്കൊരു പേടി എവിടെ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബാക്കിയുള്ള വഅളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. നിങ്ങളിപ്പോ റാസി വിട്ട് തൊബിരിയിലെത്തി. ഇനി കുറച്ച് കഴിയുമ്പോ നിങ്ങൾ അൽമനാറിനും ശബാബിലും എത്തുമെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങൾ മറുപടി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു പേടിയില്ല. ഓരോ ഇബാറത്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ ചോദ്യം ചെയ്യേ. അവിടെ പറയും. ഇപ്പൊ നിങ്ങളുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. ഈ സംവാദത്തോടുകൂടി ജനങ്ങൾ നിങ്ങൾ ഇത്ര കാലം ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി, മുശ്രിക്കാക്കുന്ന കച്ചവടാണല്ലോ ഉള്ളത്. തല മൊട്ടയടിച്ചാൽ കുഫ്രിയത്ത്, അപ്പുറത്ത് ഹജ്ജിന് വരുന്നവര് മുശ്രിക്ക്. മൂപ്പര് പറയാ, ഇവിടെ മുസ്ലിം സമൂഹത്തെ ഞങ്ങൾ മുശ്രിക്കാക്കി എന്നൊക്കെ വിഷയാവതനത്തിൽ പറഞ്ഞു. അത് പറയുമ്പോ ശ്രദ്ധിക്കണം. 5 ലക്ഷം മാത്രമാണ്, ബാക്കിയുള്ളതൊക്കെ ഔട്ട് എന്നൊക്കെ പറഞ്ഞ ആളുകളില്ലേ? എത്രയോ ആളുകളുണ്ട്. അപ്പൊ അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതിലൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പിന്നെ മൂപ്പര് പറഞ്ഞ ഈ ബിൽഡിങ്ങിനെ പൊളിക്കാൻ കഴിയില്ല. അത് ശരിയാണ്. പക്ഷേ ഈ ബിൽഡിങ്ങിനെ പൊളിക്കാൻ അല്പമെങ്കിലും പ്രയാസമുണ്ടാവും. നിങ്ങളുടെ നിർവചനം വെട്ടുകാരി വലയാണ്. അതിനെ പൊളിക്കാൻ ഒന്നിന്റെ ആവശ്യമില്ല. ഒന്ന് ഊതിയാ പറന്നു പോകും. ഞങ്ങളത് ഊതിക്കളഞ്ഞു. നിങ്ങൾക്ക് അതിനെ സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. കഴിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക്. അതെ, ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഞങ്ങളുടെ വിഷയം കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് നൽകുന്ന കഴിവ്, ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വഫാത്തിന്റെ ശേഷം പോലും ചോദിച്ചാൽ അത് ഉത്തരം നൽകും, കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ നിർവചനമനുസരിച്ച് അത്തരത്തിലുള്ള തേട്ടങ്ങളും ചോദ്യങ്ങളും അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ് എന്ന് വരുന്നു. അത് അബദ്ധമാണെന്നാണ് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത്. അതാണ് തെളിയിച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയത് എന്തിനാണെന്നറിയോ? മക്കാ മുശ്രിക്കീങ്ങളെ നിങ്ങൾ പറഞ്ഞില്ലേ, മക്കാ മുശ്രിക്കീങ്ങളെ കാണുകയും മക്കാ മുശ്രിക്കീങ്ങളെ വിശ്വാസം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവാണ് പറയുന്നത്, എന്റെ മരണശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന്. അവിടെയാണ് വിഷയം. മക്കാ മുശ്രിക്കിന്റെ വിശ്വാസം റസൂലുള്ള പഠിപ്പിക്കുമോ? ഒളിഞ്ഞുപോയി. ഇനി അതൊന്നും പറയണ്ട. മക്കാ മുശ്രിക്കീങ്ങളെ വിശ്വാസം റസൂലുള്ള മനസ്സിലാക്കിയിട്ടുണ്ട്. ആ റസൂലുള്ളയാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഞങ്ങളുടെ ചോദ്യത്തിന്റെ അവസരമല്ലാത്തത് കൊണ്ട് ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഈ വിഡ്ഢിത്തം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പോലും അറിയില്ല എന്ന ആ പരമവ്യക്തമായ സത്യം ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ആദർശഭദ്രതയുണ്ടെങ്കിൽ, നിങ്ങളുടെ നിർവചനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അങ്ങനെ ഒരു ഹദീസില്ല, ഹദീസിന് അങ്ങനെ അർത്ഥമില്ല. ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ, ഇപ്പൊ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ നിർവചനം അതാ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. തെളിവ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ വാക്കാണ്. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് അതേ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
എന്താ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പഠിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഭാഗത്തെ പ്രവർത്തകരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. സംവാദം നടത്തിയല്ലോ, മനസ്സിലാക്കി വെച്ചോളൂ. ഇനി ആരെങ്കിലും വഫാത്തിന് ശേഷം വിളിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? അവിടുന്ന് പഠിപ്പിച്ചില്ലേ എന്ത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എപ്പോ? വഫാത്തിന് ശേഷം. പിന്നെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ രൂപത്തിൽ തുടക്കത്തിൽ തന്നെ ആയാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് എത്ര സമയം കഴിയണം? എന്റെ അനീപ ഓലിയൊക്കെ ഇങ്ങനെ ആയാൽ നന്ദിയിൽ ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, അവിടെ കണക്കിന് പറയുന്നുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് പറയാം. ഓരോ സ്ഥലത്ത് നിന്ന് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. ഇവിടെ മുസ്ലിയാര് ബന്ധം മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. റേഞ്ച് ഒരൽപ്പം കുറവായിരിക്കാം. ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കി വരുന്നതേയുള്ളൂ മുസ്ലിയാര്. അതാണിപ്പോൾ മുസ്ലിയാർ ആവർത്തിക്കുന്നത്. കൊടുത്ത കഴിവാണ്. കൊടുത്ത കഴിവല്ലാതെ കൊടുക്കാത്ത കഴിവുണ്ടോ? കൊടുത്ത കഴിവാണ്, അതല്ലാതെ കൊടുക്കാത്ത കഴിവുണ്ടോ എന്ന മുസ്ലിയാരുടെ ഒരു സംശയം നാവിലൂടെ പുറത്തു വന്നപ്പോൾ തന്നെ ചോദ്യം, മുജാഹിദികൾ ചോദിച്ച ചോദ്യവും വിഷയവും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് മുസ്ലിയാർ മനസ്സിലാക്കി വരുന്നുണ്ട് എന്നാണ് ആമുഖമായി തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്. അത് നല്ലൊരു ലക്ഷണമാണ്. പിന്നെ മുസ്ലിയാർ ഇവിടെ കാണിച്ചൊരു തട്ടിപ്പ്. എവിടെയോ നിർവചനം, മുജാഹിദുകളുടെ നിർവചനം എവിടെ? മുജാഹിദുകളുടേതെന്ന് പറഞ്ഞ് വായിച്ച നിർവചനം എവിടെ? ഏതാണ് നിങ്ങൾ വായിച്ച നിർവചനം? ഏതാണ് നിങ്ങൾ വായിച്ച നിർവചനം? കട്ടുവച്ചതല്ലേ മുസ്ലിയാർ ഇവിടെ? കട്ടുവായിച്ചതല്ലേ? ഒരു പാഠപുസ്തകം, മലയാളത്തിലുള്ള പാഠപുസ്തകം പോലും വായിച്ചാൽ തിരിയാതെ കട്ടുവെച്ചാണ് മുസ്ലിയാർ വായിച്ചത്. കേട്ടോളൂ. മനുഷ്യൻ സർവശക്തനല്ല, സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഒരു കർഷകന് നിലമുഴുവാനും വിത്ത് വിതക്കുവാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു. എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല. ഇതിനുവേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്രകാരം ആ കൃഷിക്ക് യാതൊരു നാശവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രക്ഷ തേടുന്നതും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ഇങ്ങനെ മനുഷ്യ കഴിവിനതീതമായ മാർഗങ്ങളിൽ, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കട്ടുവച്ചതല്ലേ മുസ്ലിയാരെ? ഇവിടെ വായിച്ചോ നിങ്ങൾ അതിന്റെ തലവാചകം. എന്താണ് പ്രാർത്ഥന? ആ പ്രാർത്ഥനയുടെ വിശദീകരണം അതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട് മുസ്ലിയാരെ. മുസ്ലിയാരത് വായിച്ചിട്ടില്ല. മലയാള ബുക്കിൽ പോലും കൃത്രിമം കാണിക്കുന്ന നിങ്ങൾക്ക് ഇനി അറബി വായിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഹദീസ് വായിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? മലയാള ബുക്ക് പോലും മുറിക്കാൻ പഠിച്ച നിങ്ങൾ ആയത്തും ഹദീസും മുറിക്കുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ മുസ്ലിയാരെ? അതുകൊണ്ട് നിർവചനം മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടേ വിടൂ. അതിനാണ് ഈ സംവാദം. വെല്ലുവിളിച്ചപ്പോൾ മുസ്ലിയാർ വിചാരിച്ചില്ല മുജാഹിദുകൾ അത് ഏറ്റെടുക്കുമെന്ന്. വെല്ലുവിളിച്ചപ്പോഴുള്ള ഊക്ക് ഇപ്പോഴിവിടെ ഇല്ല, ഇപ്പോഴിവിടെ കാണുന്നില്ല. വെല്ലുവിളിച്ച് പോകാമെന്ന് വിചാരിച്ചവരെ ഇവിടെ മുജാഹിദുകൾ പിടിച്ചു കെട്ടിയിരിക്കുന്നു എന്നാണ് ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്താനുള്ളത്. അപ്പൊ മുസ്ലിയാർക്ക് ഇപ്പൊ ബന്ധം മനസ്സിലായി വരുന്നുണ്ട്. കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണം, കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കണം. കൊടുക്കാത്ത കഴിവുണ്ടോ എന്നൊക്കെ മുസ്ലിയാർ കഴിഞ്ഞ ഉത്തരത്തിൽ ആവർത്തിച്ചതിലൂടെ മുജാഹിദുകളുടെ ചോദ്യം, ആ ചോദ്യവും വിഷയവും തമ്മിലുള്ള ബന്ധം കൃത്യമായി മുസ്ലിയാർക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് ഒന്നുകൂടി കേട്ടോളൂ. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ല, സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയിരുന്നത് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ മുസ്ലിയാരെ? ഇപ്പോഴും മുസ്ലിയാർ വരുന്നില്ല. നേരെ മറിച്ച് ബന്ധമുണ്ട് എന്ന് മുസ്ലിയാർക്ക് തോന്നി. മറുപടി പറഞ്ഞില്ലെങ്കിൽ യാക്കോം എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് എന്ന ചിന്തയിൽ അതിനിടയ്ക്ക് മുസ്ലിയാർ കയറ്റിക്കൊടുക്കുന്ന കൊടുക്കാത്ത കഴിവുണ്ടോ? കൊടുത്ത കഴിവാണ്. അത് തന്നെയാ മുസ്ലിയാരെ ഞങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയണം. മക്കയിലെ മുശ്രിക്കുകൾ സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു അള്ളാഹു അല്ലാത്തവരോട് തേടിയിരുന്നത് ഇതിന്
ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരു തെളിവ് ഉദ്ധരിക്കാമോ എന്നാണ് ചോദ്യം കൃത്യമായി നിലകൊള്ളുന്നു. പക്ഷേ മറുപടി പറയാൻ കഴിയുന്നില്ല. നന്ദിയിലാണ്. ഇനി മുസ്ലിയാർ അങ്ങോട്ട് വരും എന്നാ പറഞ്ഞത്. അപ്പോ ഒരു കാര്യം വ്യക്തമായി, വരാൻ പോകുന്നതേയുള്ളൂ, വന്നിട്ടില്ല. ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. ഇനി ആലോചിച്ചൊരു മറുപടി ഉണ്ടാക്കി പോയി പറഞ്ഞോളാം. അത് പറയുമ്പോൾ അപ്പോൾ ഹനീഫ മൗലവി അവിടെ വീണ്ടും മറുപടിക്ക് വരും. അത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഏതായാലും ഇതുവരെയും അത് പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിയാർ സമ്മതിച്ചു. നന്ദിയിലും പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിയാർ സമ്മതിച്ചു. കോട്ടക്കൽ പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിയാർ സമ്മതിച്ചു. കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിയാർ ചോദ്യം കൃത്യമായി മനസ്സിലാക്കണം. കൊടുത്ത കഴിവ്, കൊടുക്കാത്ത കഴിവ് എന്നത് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ, നിങ്ങളുടെ ഉത്തരത്തിൽ തന്നെ വന്നു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വിഷയബന്ധിതമാണ്. ആ വിഷയബന്ധിതമായ ചോദ്യത്തിന് മറുപടി പറയണം. സമയം കഴിഞ്ഞ് കിട്ടുന്നില്ല മൂപ്പർക്ക്. ഇപ്പൊ തന്നെ പറച്ചാലോ അനസ് മൗലവി. ഏതായാലും ഒന്നിന്റെ കഥ കഴിഞ്ഞ് ഒന്നും കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ പറയുന്നത് പിന്നെ വലിയ ആളാണ്, മൂപ്പരെ നീച്ചോ നമുക്ക് നോക്കാലോ. നിങ്ങളെ ഒക്കെ ഈ രൂപത്തിൽ ഇരുത്തിയിട്ടേ ഞങ്ങൾ അടങ്ങും. ആര്? ഞങ്ങളെ ഏറ്റവും ചെറിയ SSFന്റെ പ്രവർത്തകർ, നിങ്ങളെ ബടാ മൗലവിമാർ. എവിടെ പോയി നിങ്ങളെ തൗഹീദ്? ഇപ്പൊ മൂപ്പര് പറയാണ് എന്തെന്നറിയോ, നിർവചനം ഞങ്ങൾ എവിടെ പറഞ്ഞത്? അതെന്താ തട്ടിപ്പ് എന്നറിയോ? ഇടമുട്ടത്ത് വെച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മൂപ്പരെ വമ്പൻ സ്രാവിനെ പിടികൂടിയപ്പോ അന്ന് അവിടെ നിന്ന് വഷളായതാണ്. എന്നിട്ടിപ്പോ മൗലവി പറയാണ് നിങ്ങൾ കട്ട് വായിച്ചു. ഓ മൗലവി, അത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വെച്ചാൽ മതി, ഞങ്ങൾക്ക് അങ്ങനെ കട്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് മൂപ്പരെന്താ വായിച്ചത്? അത് ഞാൻ വായിച്ചു തരാനോ? പുസ്തകം എന്റെ കയ്യിലില്ലേ. നിർവചനം എന്ന് പറഞ്ഞാൽ എന്താ സാധുവിന് തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാം ഞങ്ങളിപ്പോ പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതുവരെ നിങ്ങൾ നിർവചനം പറഞ്ഞിട്ടില്ല. ഇക്കാലം വരെ നിങ്ങൾ നിർവചനം പറഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ വഷളായാലോ എന്റെ അനസ് പോലെ ഇപ്പൊ തന്നെ ബബ്ബ പറഞ്ഞാലോ എന്താണ് ചെയ്യുക? ഈ രൂപത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നാൽ എവിടെയാണ് കട്ടത്? നിങ്ങൾ വായിക്കണം. നിർവചനം എന്ന് പറഞ്ഞാൽ മൂപ്പര് മനസ്സിലാക്കിയതിന് മുമ്പുള്ള വിശദീകരണമൊക്കെ നിർവചനാണ്. പഠിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഒരുപാട് ഇങ്ങനെ വിശദീകരിച്ചു. മനുഷ്യൻ സർവശക്തനല്ല, സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഈ നിർവചനം ഇല്ലാതാവോ? നിർവചനത്തിൽ എന്താ പറഞ്ഞത്? മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതല്ലേ നിങ്ങൾ നിർവചനം പറഞ്ഞത്? അല്ലേ? പോരെ, പിടിച്ചോ രണ്ടാമത്തത്. നിങ്ങൾ അങ്ങനെ വിടാനൊന്നും പോകുന്നില്ല മൗലവി. ഇത് 2ാം ക്ലാസ്സിലെ പുസ്തകം, 3ാം ക്ലാസ്സിലെ പുസ്തകം. 3ാം ക്ലാസ്സിലെ ചെറിയ മക്കൾക്ക് പോലും ഈ ശിർക്കൽ വിശ്വാസമാണോ നിങ്ങൾ അടിച്ചു കയറ്റുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇതിലെന്താ പറഞ്ഞത്? ഇതിലൊരു വിശദീകരണമില്ല. നിങ്ങൾ പറയുക അഷ്റഫ് കേട്ടോ, പാഠം 17 പ്രാർത്ഥന. അഷ്റഫ് ഉപ്പ, അത് ഇസ്തിയാസയാണോ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് മൗലവി ഇന്നലെ പറഞ്ഞുവല്ലോ. അപ്പോൾ പ്രാർത്ഥന എന്നാൽ എന്താണ്? പിതാവ്. അത് ചിലപ്പോ നമ്മുടെ അനസോ അനീഫോ അല്ലാഹു അഅലം എന്താ പറയുന്നത് അറിയോ? കേട്ടോ, മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥനാ ദുആ എന്ന് പറയുന്നത്. ഇനി എന്ത് വിശദീകരണം അവിടെ ഉള്ളത്? ഈ രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇത് രണ്ടും പിടിക്കുന്നു. ഇനിയും വേണമെങ്കിൽ ഡസൻ കണക്കിന് ഇനിയും വായിച്ചു തരും. അത് തെറ്റാ നിങ്ങൾക്ക് ബോധ്യമായല്ലോ. ഈ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തേക്കുള്ള ആ രൂപത്തിൽ ചോദിക്കുന്നത് അതൊക്കെ ശിർക്കാണ്, പ്രാർത്ഥനയാണ് എന്ന് തെറ്റാ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങി. അത് തന്നെയാണ് സംവാദത്തിന്റെ വിജയം. അത് തന്നെയാണ് നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞല്ലോ എന്ത്, ഞങ്ങൾ നിർവചനം പറയാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ നന്നായി വരുന്നുണ്ട് നിങ്ങൾ. ശരി, ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇത് തെറ്റാണ്. തെറ്റെന്നല്ല, മുസ്ലിം സമൂഹത്തിന് ഇതിന് ബാധകമല്ല. എന്തുകൊണ്ട്? മുസ്ലിം സമൂഹത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ജനങ്ങൾ പഠിച്ചു, പുറത്തുള്ള ആളുകളും പഠിച്ചു, അകത്തുള്ളവരും പഠിച്ചു. നിങ്ങൾക്ക് എന്തേ അതിനെ തൊടാൻ പേടി? അതുകൊണ്ട് എന്റെ അനസ് മൗലവി തപ്പി പറയാതെ നിങ്ങൾ കാര്യം പറയാം. എന്താണ് നിങ്ങൾ ആ ചോദിച്ചതിന് ഞങ്ങൾ മറുപടി പറഞ്ഞില്ലേ? അല്ലാഹു തആല, ആ അല്ലാഹു തആല കൊടുത്ത കഴിവ്, നൽകുന്ന കഴിവ്, അതിന്റെ അടിസ്ഥാനത്തിൽ, മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന കഴിവ്, അത് ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ ആ പറഞ്ഞതനുസരിച്ച് അത് ശിർക്കാണെന്ന് വരുന്നു. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, എന്നെ വഫാത്തിന് ശേഷം വിളിച്ചാൽ പോലും ഞാൻ ഉത്തരം ചെയ്യും.
ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ കഴിവില്ലാതെ ഉത്തരം ചെയ്യാൻ കഴിയുമോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചു പോയത് എന്നാണ് മനസ്സിലാക്കാത്തത്. പഴയ സംവാദമൊക്കെ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ ആര് സഹായിക്കാനാണ്? എന്ത് ചെയ്യും? അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ശിർക്ക് എന്താണ്, എന്താണ് ദുആ, എന്താണ് പ്രാർത്ഥന? ഇപ്പൊ മക്കാ മുശ്രിക്കീങ്ങളും വിട്ടു. മക്കാ മുശ്രിക്കാണ് ആകെയുള്ളൊരു തുണ, അതും പോയി. പിന്നെ പറയാ നന്ദിയിൽ കുറെ കഴിഞ്ഞിട്ടാണ് മറുപടി. നിങ്ങളെ സലഫി നാദാപുരത്തേക്ക് വരാൻ ആയിട്ട് എത്ര കാലായി മൗലവി? ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? എന്തിനാണ് വടി കൊടുത്ത് അടി വാങ്ങുന്നത്? ഞങ്ങൾക്ക് അതൊക്കെ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയുന്നു, നിങ്ങളെ നിർവചനം ഇവിടെ ആകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിച്ചു, ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? എന്താണ് അതിനെ ചോദ്യം ചെയ്യാത്തത്? നിങ്ങളെ തൗഹീദ് പൊളിയുമ്പോ അങ്ങനെയല്ല ഇങ്ങനെയല്ല കട്ടൂൻ, അതൊക്കെ പറയാനുള്ള പൂതി മുജാഹിദ് സെന്ററിൽ നടത്തിയാൽ മതി. ഞങ്ങളെ മുമ്പിൽ വേണ്ട. നിങ്ങൾ ഇനി ആരെയും കൊണ്ടുവന്നോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ ചെറിയ പ്രവർത്തകർ മതി ഞങ്ങളെ ആശയം തെളിയിക്കാൻ. കാരണം പ്രമാണങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്, ഹദീസുകൾ ഞങ്ങളുടെ കൂടെയാണ്, ആയത്തുകൾ ഞങ്ങളുടെ കൂടെയാണ്. അത് നിങ്ങൾ ഉദ്ധരിക്കൂ, ഞങ്ങൾ മറുപടി പറയാം. പ്രിയപ്പെട്ട സഹോദരന്മാർ, വിഷയം കൃത്യമാണ്. ഇവിടെ ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിർവചനം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു എന്നാണ്. കാരണം അവരുടെ നിർവചനത്തിൽ വഫാത്തായ നബി ഉത്തരം ചെയ്യുമെന്ന ഉദ്ദേശത്തിൽ വിളിക്കുന്നത് അത് തെറ്റാണെന്നും ശിർക്കാണെന്നും വരുന്നു. എന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞതോടെ ആ നിർവചനത്തിന് നിലനിൽപ്പില്ല. നിങ്ങൾ ആള് മാറിയതുകൊണ്ടും ഇനി സാക്ഷാൽ ഉഗ്രൻ പാമ്പ് വന്നാൽ പോലും തീർച്ചയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊരു മുജാഹിദ് പ്രസ്ഥാനത്തിലായി എന്നതാണ് തെറ്റ്. ഒരുപക്ഷെ അനീപമൊരു നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ മുജാഹിദായി പോയില്ലേ. ഹിദായത്ത് കൊടുക്കട്ടെ അല്ലാഹു തആല. നമ്മൾ ദുആ ചെയ്യാണ്, ഞങ്ങളെല്ലാവരും നന്നാവണമെന്നാണ് ഞങ്ങളുടെ ചിന്ത. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. അങ്ങനെയല്ല. എന്റെ ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് വളരെ കൃത്യമായി നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങളുടെ നിർവചനത്തിൽ എവിടെയാണ് ഞങ്ങൾ തെറ്റുവരുത്തിയത്? വരുത്തിയിട്ടില്ല, കൃത്യമായി വായിച്ചിട്ടുണ്ട്. ഇനിയും വായിക്കണോ? വായിക്കാവുന്നതാണ്. വ്യവസ്ഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. കാരണം 2 സെഷനായി നിങ്ങൾ എഴുതിപ്പിച്ചത് ഇതിന് തന്നെയാണ്. ഞങ്ങൾക്കറിയാമത്. ഫൈസൽ മുസ്ലിയാർ ഇരുത്തിയിട്ട് മൂപ്പരെ ആക്ഷേപിക്കണ്ടായിരുന്നു. ഫൈസൽ മുസ്ലിയാർ ഇതുവരെ എണീക്കാതിരുന്നത് കുടുങ്ങിപ്പോയതാണ്. വിഷയം അവതരിപ്പിച്ചപ്പോ തന്നെ മുസ്ലിയാർ കുടുങ്ങിയെന്നാണ്. അപ്പൊ ഇരിക്കുന്നവരൊക്കെ കുടുങ്ങിയിട്ടാ ഇരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിയാർ പറഞ്ഞത്. സദസ്സിൽ ഇരുത്തി കൂടുതലുള്ള ആളെ ഇങ്ങനെ വിഷമിപ്പിക്കരുതല്ലോ മുസ്ലിയാരെ. അത് മാത്രമല്ല, ഇവിടെ ഒരു സംബന്ധിച്ച മറ്റൊരു യാഥാർത്ഥ്യം അതിന് മുമ്പുണ്ട്. അങ്ങനെ എല്ലാം കൂടെ വായിക്കാൻ പറ്റൂല, എല്ലാം കൂടെ വായിക്കണ്ട. അതിന് മുമ്പ് ചേർത്ത് വായിക്കേണ്ടത് വായിക്കണം മുസ്ലിയാരെ. അത് വായിച്ചിരുന്നില്ല ഇതുവരെ എന്ന് മുസ്ലിയാർ ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞു. പ്രാർത്ഥന എന്താണ്? എന്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇത് മനസ്സിലാക്കുവാനുള്ള വിശദീകരണം അവിടെ നൽകിയിട്ടുണ്ട്. ഒന്നുകൂടി കേട്ടോ മുസ്ലിയാര്. മനുഷ്യൻ സർവശക്തനല്ല, സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഒരു കർഷകന് നിലം ഉഴുതുവാനും വിത്ത് വിതക്കുവാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു. എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല. അപ്രകാരം ആ കൃഷിക്ക് യാതൊരു നാശവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രക്ഷ തേടുന്നതും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി, ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ എന്നവിടെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാരെ. ഇതുവരെയും എങ്ങനെ എന്ന് വായിക്കാതെ, ഇങ്ങനെ എന്ന് പോലും വായിക്കാതെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് മുസ്ലിയാർ വിചാരിച്ചത്. ഏതായാലും മുജാഹിദ് പ്രസ്ഥാനം എഴുതുന്ന പാഠപുസ്തകമൊക്കെ നന്നായി തന്നെ വായിച്ച് പഠിക്കണം. അത് കണ്ടം മുറിച്ചല്ല പഠിക്കേണ്ടത്, മുമ്പ് മുതൽ തന്നെ പഠിക്കണം. മറ്റൊരു വാചകവും വായിച്ചു. എന്താ മുസ്ലിയാർ അതിൽ തെറ്റ്? പറയൂ നിങ്ങൾ. എന്താണ് ആ വിശദീകരണത്തിൽ തെറ്റുള്ളത്? നിങ്ങൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു വിരട്ടലാണ് മുസ്ലിയാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബിയോട് ചോദിക്കാൻ പറയൂ മുസ്ലിയാരെ ഇങ്ങോട്ട്. അപ്പോൾ തരാം മറുപടി, അപ്പോൾ തരാം വിശദീകരണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മുസ്ലിയാർ ഇങ്ങനെ വിരട്ടുകയാണ്. ആ വെരട്ടിഫിക്കേഷൻ ഇവിടെ നടപ്പാവുകയില്ല. ഇത് വാദപ്രതിവാദമാണ് മുസ്ലിയാരെ, ഇത് വാദപ്രതിവാദമാണ്. അതുകൊണ്ട് തെളിവുദ്ധരിക്കൂ, അപ്പോൾ പറയാം.
ചോദ്യത്തിലേക്ക് വരാൻ ഇതുവരെയും ഇത്രയും സെഷൻ കഴിഞ്ഞിട്ടും മുസ്ലിയാർ ഇതുവരെയും ധൈര്യം കാണിച്ചിട്ടില്ല. മുജാഹിദുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എവിടെ പോയി വലിയ വീരത്വം പറയുന്നവരും അതുപോലെ ശൂരത്വം പറയുന്നവരും നാലാളെ കാണുമ്പോ യാ കൗനെ കാണുമ്പോ വെല്ലുവിളിക്കുന്നവരും മുജാഹിദുകളുടെ ചോദ്യത്തിൽ തൊടാൻ ധൈര്യം കാണിക്കാതെ എന്തേ നിങ്ങൾ പിന്മാറുന്നത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ചോദ്യവും വിഷയവും തമ്മിലുള്ള ബന്ധം മുസ്ലിയാർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ സംവദിച്ചിട്ടുണ്ട്. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ല, സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയിരുന്നത് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ? ഇത്രയും നേരമായിട്ട് മുസ്ലിയാർ ഉദ്ധരിച്ചിട്ടില്ല. ഇനി ഉദ്ധരിക്കാൻ കഴിയുകയുമില്ല. ഉദ്ധരിച്ചാൽ ഖണ്ഡനം ഒന്നിനു പുറകെ ഒന്നായി വരും എന്ന് മുസ്ലിയാർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പിന്നൊരു ചിരിയും പിന്നൊരു അല്പം അനക്കവും ആട്ടവും ഒക്കെ കൊണ്ട് സമാധാനിക്കാമെന്ന് വിചാരിച്ചാണ് മുസ്ലിയാർ ഇങ്ങോട്ട് പോകുന്നത്. ആ വിചാരവും ആ ചിന്തയും ഒരു ശുഭലക്ഷണമായി ഇവിടെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല എന്ന് ഈ സമയത്ത് അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് കൃത്യമായി ഞങ്ങളുടെ ചോദ്യം, ഒന്നാമത് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. കുന്നത്തേരിയിൽ ആ ചോദ്യം അവശേഷിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ, ചോദ്യത്തിന് മറുപടി പറയൂ, ചോദ്യത്തിന് മറുപടി പറയൂ. വിരട്ടൽ ഇവിടെ വേണ്ട, വെരിഫിക്കേഷൻ വേണ്ട. തെളിവുണ്ടെങ്കിൽ ഉദ്ധരിക്കൂ, വാചകം ഉദ്ധരിക്കൂ, തെളിവുകൾ പറയൂ, അപ്പോൾ അതിന് ഖണ്ഡനം വരും. അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം പറയണം, ചോദ്യത്തിന് ഉത്തരം പറയണം, മുജാഹിദുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഇതുവരെ അത് പറഞ്ഞിട്ടില്ല എന്നാണ് മുസ്ലിയാർ പറയുന്നത്. ഈ നേരത്തെ ഒഴിഞ്ഞത് വിഷയവുമായി ബന്ധമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ മുസ്ലിയാർ പറയുന്നത്, കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ സെഷനിൽ മുസ്ലിയാർ പറഞ്ഞത് ബന്ധമുണ്ട് എന്നാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും മുസ്ലിയാർ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാതെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ചോദ്യം വ്യക്തമാണ്, കൃത്യമാണ്. നിങ്ങൾ മദ്രസാ പാഠപുസ്തകത്തിൽ വെട്ടിമുറിച്ച് വായിച്ചു. ഇങ്ങനെ എന്നതുപോലും ഒഴിവാക്കി, എങ്ങനെ എന്ന് പറഞ്ഞത് ഒഴിവാക്കി. മാത്രമല്ല, അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് വായിച്ചു എന്ന് മാത്രമല്ല, അത് മുജാഹിദുകളുടെ നിർവചനമാണ്, അത് പൊളിഞ്ഞു. എങ്ങനെ പൊളിഞ്ഞു എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എങ്ങനെ പൊളിഞ്ഞു എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പൊളിയും, അത് മുസ്ലിയാരുടെ ഒരു സ്വപ്നമാണ്. പക്ഷേ ആ സ്വപ്നത്തിന് ഒരിക്കലും സാക്ഷാത്കാരം ഉണ്ടാവുകയില്ല എന്നാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇവിടെ തെളിവുകൾ ഞങ്ങൾ ഉദ്ധരിച്ചു കഴിഞ്ഞു, ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, വിഷയവുമായുള്ള ബന്ധം ഞങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യത്തിനുള്ള ഉത്തരം മുസ്ലിയാർ കൃത്യമായി പറയണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. ചോദ്യത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദ്യമാവില്ല. പിന്നെ ഞങ്ങൾ ചോദ്യത്തിലേക്ക് വരുന്നില്ല, ഞങ്ങൾ ഉത്തരത്തിലേക്ക് തന്നെയല്ലേ വരേണ്ടത്. ഞങ്ങൾ ഉത്തരം പറയുന്ന ടൈമല്ലേ. ഈ ആദ്യം വിഡ്ഢിത്തം പറഞ്ഞാലോ? പിന്നെ മൂപ്പർക്ക് നമ്മൾ പഠിപ്പിക്കാൻ പോവാണ്. എന്ത്? ഞങ്ങൾ ഏതാണ് കട്ട് വായിച്ചത് അത് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ നിങ്ങളുടെ നിർവചനത്തിൽ എന്താണ് കട്ട് വായിച്ചത് അത് നിങ്ങൾ തെളിയിക്കണം. വെറുതെ പറഞ്ഞാൽ മതിയോ? നിങ്ങളുടെ നിർവചനം ഞാൻ 2ാം 3ാം ക്ലാസ് എന്നുള്ള പുസ്തകത്തിൽ നിന്ന് വായിച്ചില്ലേ? അതിലെന്താ ഉള്ളത്? മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്ത് പറയാനുണ്ട് നിങ്ങൾക്കതില്? മിണ്ടിയോ? ഇതിലെന്താ ഉള്ളത്? കേട്ടോളൂ, ഞാൻ വായിച്ചുതരാ. മനുഷ്യൻ സർവശക്തനല്ല, സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഒരു കർഷകന് നിലം ഉഴുതുവാനും വിത്ത് വിതക്കാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു. എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല. ഇതിനുവേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്രകാരം ആ കൃഷിക്ക് യാതൊരു നാശവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രക്ഷ തേടുന്നതും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. ഇങ്ങനെ മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ, മനുഷ്യ കഴിവിന് അപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെയാണ് ഞങ്ങൾ പിടികൂടിയത്. എന്താണ് പറഞ്ഞത്? ഇങ്ങനെ മനുഷ്യ കഴിവിന് അപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷ. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യമായി നിങ്ങൾ പരിചയപ്പെടുത്തുന്നതാണല്ലോ വഫാത്തായി നബിയെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കൽ, അല്ലേ? ആ ഉത്തരം കിട്ടുമെന്ന വിശ്വാസം അതാണല്ലോ സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നു, എന്നാൽ എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി
തെളിവ് പറഞ്ഞില്ല, ഹദീസ് പറഞ്ഞില്ല. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ സമയം കളയണോ? പിന്നെ ചോദ്യം ഈ കുന്നത്തേരിയിൽ ഇങ്ങനെ നിൽക്കും, പൊട്ടത്തരം ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കലെന്നെ. അത് ഞങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നെയല്ലേ? വിഷയത്തിൽപ്പെട്ടത് ചോദിക്ക്, അതല്ലേ ഞങ്ങൾ പറഞ്ഞത്. പൊട്ടപ്പോയത്തം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി അറിയോ? നിങ്ങൾ ഇനി ഇവിടുന്ന് അസർ നിസ്കാരം കഥ ആകുന്നതിനെ കുറിച്ച് ചോദിച്ചു, ഞങ്ങൾ മറുപടി പറയാ? നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് ഞങ്ങൾ വിഡ്ഢികളാണോ പറയാൻ? ഇല്ല, നിങ്ങൾ വിഷയത്തിൽ നിന്ന് ചോദിക്കൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. വിഷയത്തിൽ നിന്ന് ചോദിക്കൂ, മറുപടി പറയാം. ഞങ്ങൾ തെളിയിക്കേണ്ടത് ഞങ്ങൾ തെളിയിച്ചു. അതെന്താണ്? മഹാനായ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, എന്നെ വഫാത്തിന് ശേഷം വിളിച്ചാൽ പോലും ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എങ്ങനെ അതിന് മുമ്പ് എന്തുണ്ടായാലും ശരി, എന്തുണ്ടായാലും ഞങ്ങൾക്ക് എന്താണ്? അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഇവരെ അവസ്ഥ അതാണ്. ചോദ്യം ചോദിക്കാൻ ആകെ 2, 3, 4 ചാൻസ് ഉണ്ടാവും. അതിങ്ങനെ അങ്ങ് നഷ്ടപ്പെടും. പണ്ടൊരാൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളുണ്ടായി. അയാൾക്ക് 3 ദുആക്ക് അല്ലാഹു തആല അവസരം കൊടുത്തു. അപ്പൊ അയാൾ ഭാര്യ വന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് 3 ദുആക്ക് അവസരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന സുന്ദരിയാക്കാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണം. അയാൾ ദ്വാരുന്ന് ആ പെണ്ണിനെ സുന്ദരിയാക്കണേ. നോക്കുമ്പോ സുന്ദരി ഈ സൗന്ദര്യം കൂടിയ പെണ്ണുണ്ടായി എന്നറിയോ? അവള് വേറെ അങ്ങോട്ടോ പോയി. അപ്പൊ അയാൾക്ക് തോന്നി അവളെ ഒരു പട്ടിയുടെ രൂപത്തിലാക്കണം. 2ാമത് ദുആ ചെയ്ത് ആ ദുആവും പോയി. അപ്പൊ മക്കളെല്ലാം കൂടി ഒന്ന് പറഞ്ഞു, നിങ്ങൾ പട്ടിന്റെ രൂപത്തിൽ ഞങ്ങൾ അമ്മനെ കാണുമ്പോ വിഷമുണ്ട്. അയാൾ ദ്വാരുന്ന് 3ാമത് ആ പെണ്ണിനെ പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കണേ. 3 ദുആവും പോയി, ഒറ്റ ദുആവും കാര്യത്തിൽ പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ അവസരം തന്നു, നിങ്ങൾ മാന്യമായി ചോദിക്കേണ്ടിയിരുന്നു, ചോദിച്ചില്ല. പിന്നെ മൂപ്പര് പറഞ്ഞിട്ട്, കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞു, സെഷൻ 1 ആയിട്ടുള്ളൂ, അക്കം മൗലവിക്ക് മറന്നു പോവാണ്, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ബേജാറാവുമ്പോ ഉണ്ടാകുന്ന സ്വഭാവമാണത്. എന്താണ് മൗലവിമാരെ ഇങ്ങനെ പെട്ടുപോയാൽ? പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? നിങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞ, ഞങ്ങളുടെ വിഷയാവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കൃത്യമായി തെളിയിച്ചു. അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് വ്യക്തമാണ്. നിങ്ങളുടെ നിർവചനം അതിന് മനുഷ്യ കഴിവ് എന്ന് വെച്ചോ, സൃഷ്ടികളുടെ കഴിവ് എന്ന് വെച്ചോ, അതൊന്നും ഇവിടെ വിഷയമല്ല. മനുഷ്യ കഴിവ് എന്ന് വെച്ചാലും സൃഷ്ടികളുടെ കഴിവ് എന്ന് വെച്ചാലും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണല്ലോ നിങ്ങളുടെ വ്യക്തമായി നിങ്ങൾ പറയുന്നത്. അതിനെതിരാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ചോദിച്ചാൽ, എന്റെ വഫാത്തിന് ശേഷം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങളെ വല്ലാതെ പിടികൂടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഹദീസിന്റെ വാക്ക് വേണോ? ഹദീസ് ഉദ്ധരിച്ച ഇമാമിങ്ങളെ വേണോ? ചോദിച്ചാൽ ഞങ്ങൾ പറയും, കൃത്യമായി പറഞ്ഞു തരും. ചോദ്യം വരാത്തത് കൊണ്ടാ പറയാത്തത്. വിഷയത്തിൽപ്പെട്ട് ചോദിക്കാൻ ഇപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹദീസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യം വ്യക്തമാണ്. ഊപ്പരിപ്പ ചൂടാകുക, അരസ് പോലെ നല്ല ചൂടാകുന്ന രൂപത്തിലാ കാര്യമില്ല മൗലവി. വിഷയം പറയണം. കട്ടു എന്നൊക്കെ പറയാ, സമാധാനത്തിന് നല്ലതാണ്. പക്ഷെ കട്ടിട്ടില്ല. ഞങ്ങളുടെ പുസ്തകം കയ്യിലുണ്ട്. നിങ്ങളുടെ ഈ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയത് അതിന്റെ മുകളിൽ ഒരു വിശദീകരണവും ഇല്ല. ഇങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, കൊങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. പിതാവ് എന്നുള്ളത്. അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ട്? അതിന് നിർവചനം എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കണ്ടേ? മലയാളമെങ്കിലും പഠിക്കണ്ടേ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അറബി ഏതായാലും പഠിക്കൂല, നാം മലയാളം പഠിക്കാവൂല. അവിടെയും പടി ഊതിയിരുന്ന അത് മനസ്സിലാവോ? എന്താണ് നിങ്ങൾ ഇങ്ങനെ 4 പൊട്ടന്മാരെ എന്ന് വിളിക്കുക, 4 ഊത്തു? ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തം പറഞ്ഞാലുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നു, വേണ്ട, ഞങ്ങളത് പൊടിച്ചു കളഞ്ഞിരിക്കുന്നു, ഞങ്ങളത് പൊടിച്ചു കളഞ്ഞിരിക്കുന്നു. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അതിനെ ഗണ്ണിക്കാൻ നിങ്ങളുടെ ആ ശക്തമായ ചൂടുകൊണ്ട് പര്യാപ്തമാവുകയില്ല. നിങ്ങൾക്കതിന് കഴിയുകയുമില്ല. ഞങ്ങൾ തെളിയിക്കേണ്ടത് ഞങ്ങൾ തെളിയിച്ചു. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയണോ? ഇവിടെ വന്നിട്ട് ചോദിക്കാണ്, കുനൂത്ത് സുബിയിൽ വേണമെന്നില്ല തെളിവുണ്ടോ? എന്നിട്ട് പറയാ കുന്നത്തേരിയിൽ ചോദ്യം അവശേഷിക്കാണ്. അവശേഷിച്ചോട്ടെ, ഞങ്ങൾ വ്യവസ്ഥ എഴുതിയിട്ടല്ലേ വന്നത്. വ്യവസ്ഥ വ്യക്തമാണ്. മുജാഹിദുകളുടെ വാദം അബദ്ധമാണെന്നാണ് ഞങ്ങൾ തെളിയിക്കേണ്ടത്. അതിന് വിഷയാവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞു, മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അള്ളാഹു നൽകിയ ആ കഴിവ്, ആ കഴിവ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവിൽ നിന്ന് ചോദിച്ചാൽ ശിർക്കാവില്ല. എന്തുകൊണ്ട്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, വഫാത്തിന് ശേഷം വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന്. പൊളിഞ്ഞു. ഈ കുന്നത്തേരിയിൽ വെച്ച് നിങ്ങളുടെ നിർവചനം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ മദ്രസ പുസ്തകം ഉടനെ മാറ്റാൻ വേണ്ടി അടുത്ത യോഗം ചേരുക. യോഗം ചേരലാണല്ലോ പണി, മാറ്റലാണല്ലോ പണി, ഒക്കെ മാറ്റലാണല്ലോ പണി. ജിന്നിനോട് ചോദിച്ചാലും, ജിന്നൊന്നും ഇപ്പൊ ഭയങ്കര പേടിയിലാണുള്ളത്.
തൊടാൻ ധൈര്യമില്ല, തൊടാൻ ഞങ്ങൾക്ക് കഴിയൂല. ഞങ്ങൾ വളരെ വ്യക്തമായി ഈ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ വ്യക്തമായി ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ കട്ട് വായിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട, പുസ്തകം കയ്യിലുണ്ട്, നിങ്ങൾക്ക് പറയാം. മുസ്ലിയാര് വല്ലാത്ത വിഷമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മുസ്ലിയാർ പിന്നെയും പറയുന്നത് ഞാൻ കട്ട് വായിച്ചിട്ടില്ല എന്നാണ്. എന്നിട്ട് മുസ്ലിയാർ ഇപ്പോ വായിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ മുസ്ലിയാർ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മുസ്ലിയാർ തിരുത്തിപ്പോ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വായിപ്പിച്ചു, ഇതുവരെയും വായിച്ചില്ല. വായിക്കാത്ത ഇപ്പൊ വായിച്ചു എന്ന് വന്നാൽ തന്നെയും നേരത്തെ വായിച്ചില്ല, വിട്ടുകളഞ്ഞു എന്നാണ്. അപ്പൊ വിട്ടുകളഞ്ഞിട്ടുണ്ട്. ഇനി മുസ്ലിയാർ വിട്ടുകളഞ്ഞതിന്റെ പ്രസക്തി എന്തുകൊണ്ട് വിട്ടുകളഞ്ഞു? മനുഷ്യൻ സർവശക്തനല്ല, സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഒരു കർഷകന് നിലമുഴുതുവാനും വിത്ത് വിതക്കുവാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു. എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല. വിത്ത് മുളപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്, റബ്ബിന്റെ കഴിവിൽപ്പെട്ടതാണ്. അത് റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബിനൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق وغلبا وفاكهة وأبا متاعا لكم ولأنعامكم. അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ആ കഴിവ് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതാണത്. അതിനു തന്നെയാണ് മുസ്ലിയാരെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വിശദീകരിച്ചത്. എന്നാൽ ആദ്യം നിങ്ങൾ എങ്ങനെ എന്ന് പറഞ്ഞത് വിട്ടുകളഞ്ഞു, ഇങ്ങനെ എന്നത് ഒഴിവാക്കി, എന്നിട്ട് ബാക്കി വായിച്ചു. കയ്യോടെ ഇവിടെ പിടികൂടിയപ്പോൾ മുസ്ലിയാർ ചിരിച്ച് രക്ഷപ്പെടാം, ഇളിച്ച് രക്ഷപ്പെടാം എന്നാ വിചാരിക്കുന്നത്. അങ്ങനെ മുസ്ലിയാർ രണ്ടാമത് ഞാൻ മുറിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ ആദ്യം മുതൽ വായിക്കാൻ. അപ്പം മുറിച്ചതാ മുസ്ലിയാർ പിന്നെ വായിപ്പിച്ചത്, മുറിച്ചതാ ഞങ്ങൾ വായിപ്പിച്ചത്, ഇനിയും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. വീണ്ടും മുസ്ലിയാർ വെരട്ടിഫിക്കേഷനാണ്. വീണ്ടും മുസ്ലിയാർ ഇവിടെ വെരട്ടുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാം എന്നത് അത് ഞങ്ങൾ ഉദ്ധരിക്കും മുസ്ലിയാരെ. ഉദ്ധരിച്ചാൽ മറുപടി പറയുമെന്ന് പറഞ്ഞല്ലോ. ഉദ്ധരിച്ചാൽ മറുപടി പറഞ്ഞു എന്ന് മറുപടി ആ സമയത്ത് പറയും എന്ന് കൃത്യമായി തന്നെയാണ് പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, ഖുർആനിനെതിരെ ഒരു തത്വം സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ദുർവ്യാഖ്യാനത്തിലൂടെയല്ലാതെ അത് സാധ്യമല്ല. ദുർവ്യാഖ്യാനത്തിലൂടെയല്ലാതെ ഖുർആന് വിരുദ്ധമായ ഒരു ആശയം ചമയാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് വിശദീകരിച്ചു. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു. അത് റബ്ബിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിന്റെ ഈ സംവാദത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓതിപ്പറഞ്ഞായത്ത് വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് ثم إذا مسكم الضر فإليه تجأرون എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അന്നഹു തആല ബയ്യന അന്ന ജമീഅ അൻ-നിഅം മിനല്ലാഹ് ثم إذا اتفق لأحد مضرة توجب زوال شيء من تلك النعم فإن الله يجأر أي لا يستغيث أحدا إلا الله لعلمه بأنه لا مفزع للخلق إلا هو. ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളെയും നീക്കിക്കളയുന്ന രൂപത്തിലുള്ള പ്രയാസം അവനെ ബാധിച്ചാൽ ഫഇലല്ലാഹി യജ്അർ, അല്ലാഹുവിനോടാണ് അവൻ അലമുറയിട്ട് പോകുന്നത്. ഐ ലാ യസ്തഗീസു അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാത്തവരോട് അവർ സഹായം തേടുകയില്ല. ബിഅന്നഹു ലാ മഫ്സാ ലിൽ ഖൽഖി ഇല്ലാ ഹു, അല്ലാഹുവല്ലാതെ അഭയമില്ലെന്നറിയുന്നത് കൊണ്ടാണ് അവർക്ക് ആ രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത്. അല്ലാഹുവല്ലാതെ അഭയമില്ല എന്ന് മനസ്സിലാക്കിയാൽ അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പറ്റൂ എന്നാണ് പണ്ഡിതന്മാർ സമർത്ഥിച്ചിട്ടുള്ളത്. എന്നാൽ മുസ്ലിയാര് ആ തരത്തിലുള്ള ഒന്നിനും തന്നെ തൊടാൻ പോലുമുള്ള ധൈര്യം ഇവിടെ കാണിച്ചിട്ടില്ല. ചോദ്യം തൊട്ടുനോക്കിയിട്ട് പോലുമില്ല. മുസ്ലിയാർക്ക് മറുപടി പറയാൻ കഴിയാത്തത് മുഴുവൻ വിഡ്ഢികളുടെ ചോദ്യമാണത്രേ. മുസ്ലിയാർക്ക് ഉത്തരം മുട്ടിയാൽ വിഡ്ഢികളുടെ ചോദ്യമാണത്രേ. അതൊരു വിഡ്ഢിത്തമായി ജനം മനസ്സിലാക്കുമെന്ന് മുസ്ലിയാരെ മറുപടിയായി പറയാനുള്ളൂ. അതുകൊണ്ട് സ്വയം വിഡ്ഢിത്തം വിളിച്ചു കൂവരുത്. ചോദ്യത്തിന് ഉത്തരം പറയണം. അതിനാണ് ചോദ്യോത്തര സെഷൻ വെച്ചത്. ആ ചോദ്യോത്തര സെഷനിൽ തന്നെയാണ് ഇവിടെയുള്ളത്.
ആ സെഷനിൽ കൃത്യമായി ഓരോരുത്തരുടെയും ഭാഗം വീതിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തത് ചോദിക്കുവാനാണ്. ഉത്തരം പറയണം. വിഷയവുമായുള്ള ബന്ധം കൃത്യമായി ഇവിടെ സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിയാക്കന്മാരെ ചോദ്യം കുന്നത്തേരിയിൽ അവശേഷിക്കുക തന്നെയാണ്. അത് നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. ചോദ്യം അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ല, സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയിരുന്നത് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല, തെളിവുദ്ധരിച്ചിട്ടില്ല, ഒരു തെളിവും സമർത്ഥിച്ചിട്ടില്ല. മുജാഹിദുകളുടെ പ്രമേയം എന്തെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മുജാഹിദുകൾ അവർ അവതരിപ്പിച്ച നിർവചനം എങ്ങനെ പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. ആ നിർവചനത്തിന്റെ പോരായ്മ എന്തെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. യാതൊരുവിധ വാദവും ഇവിടെ ഉന്നയിച്ചിട്ടില്ല. അത് സമാധാനത്തിൽ പറയുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ മൂപ്പർക്ക് അന്ന് വ്യവസ്ഥ എഴുതിയപ്പോൾ പറഞ്ഞിരുന്നു സമയം കൂടുതൽ വേണം. ഇപ്പൊ മൂപ്പർക്ക് തോന്നി സമയം കൂടിയത് അപകടമായി പോയി. കാരണം സമയം ഒക്കുന്നില്ല. സമയം എത്ര പറഞ്ഞിട്ടും ഒക്കുന്നില്ല. കാരണം പറഞ്ഞു തന്നെ ആവർത്തിക്കാണ്. ചോദ്യം ഏതാണ് അറിയുന്നില്ല. എന്നിട്ട് അവസാനം ഉണ്ടാക്കി വെച്ച ചോദ്യം അവസാനം മുതൽ ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ചോദിച്ചു എന്ന് പറഞ്ഞ ചോദ്യം ഇപ്പം എന്താ? ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, ജനങ്ങൾ പഠിക്കട്ടെ. മക്കയിലെ മുശ്രിക്കുകൾ സ്വയം കഴിവുകൊണ്ടാണ് ഞങ്ങളുടെ ബിംബങ്ങൾ സഹായിക്കുന്നത് എന്ന നിലക്ക് സഹായം തേടിയിട്ടുണ്ടോ? ഇതല്ലേ നിങ്ങളെ ചോദ്യം? ഞങ്ങൾ പറഞ്ഞിരുന്നു. എപ്പോൾ എന്നറിയുമോ നിങ്ങൾക്ക്? വ്യവസ്ഥയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ? അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ടല്ല, അതാ സ്വയം കഴിവുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ ആ മക്കയിലെ മുശ്രിക്കുകളുടെ ബിംബങ്ങളോട് ചോദിക്കുന്നത്. സുന്നികൾ അല്ല മുജാഹിദുകൾ. ഇതായിരുന്നു വ്യവസ്ഥ എങ്കിൽ ഞങ്ങളത് തെളിയിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വ്യവസ്ഥ എന്താണെന്നറിയുമോ? ഞങ്ങൾ പറഞ്ഞത് ന്യായീകരിക്കലല്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ എന്താണോ പറയുന്നത് അത് അടുത്ത സെഷനിൽ ഞങ്ങൾ പറയും. ഇപ്പോൾ ഞങ്ങൾക്ക് പറയേണ്ടത് ഇതാണ്: മുജാഹിദ് വാദം അത് തെറ്റാണ്. അത് ഞങ്ങൾ തെളിയിച്ചു കളഞ്ഞു. ഇനി അതിൽ ഒരു സംശയം ബാക്കിയില്ല. പിന്നെ മൂപ്പര് പുസ്തകം മുമ്പ് വായിച്ച് അതിലെന്താണുള്ളത്? വിത്ത് മുളപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ഓരോന്നിങ്ങനെ വരല്ല. നേരത്തെ അവിടെ ലോഹുർ നിസ്കരിക്കായിരുന്നു, ഇപ്പൊ വന്നപ്പോ വിത്ത് മുളപ്പിക്കല. എന്താ വ്യവസ്ഥ? വിത്ത് മുളപ്പിക്കൽ അള്ളാഹുവിന്റെ കൈവിൽപ്പെട്ടതാണ് മുജാഹിദ്, അല്ല സുന്നി. ഇതാ വ്യവസ്ഥയിലുള്ളത്. എന്നാ പിന്നെ നിങ്ങൾക്ക് അത് വായിക്കാമായിരുന്നു. ഓ മൗലവി, അതിലെന്താ തർക്കമുള്ളത്? വിത്ത് മുളപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, നിങ്ങളെ ഉത്തരം മുട്ടിപ്പിക്കുന്നതും അള്ളാഹുവാണ്, ഒക്കെയും അള്ളാഹുവാണ് കേട്ടോ. അതിലൊരു സംശയവുമില്ല. വ്യക്തമാണ് കാര്യം. പക്ഷേ അതൊന്നും അല്ല വ്യവസ്ഥ. വ്യവസ്ഥയിലുള്ളത് എന്താണ്? ഞാൻ ആവർത്തിച്ചു പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ, വ്യക്തമായി തന്നെ നമ്മുടെ വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു. ഇതിലിപ്പോടെ മക്കാ മുശ്രിക്ക്, ഇതിലൂടെ മക്കളെ മക്കാ മുശ്രിക്ക്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മക്കാ മുശ്രിക്കിന്റെ വിശ്വാസമാണോ ഇവിടെ ചർച്ച? നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുക, ഞങ്ങൾ മറുപടി പറയണോ? ആനക്കെത്ര വാലുണ്ട്? ഞാൻ കോട്ടക്കെന്ന് പഠിപ്പിച്ചതല്ലേ അത്. ആനക്കെത്ര വാലുണ്ട്? അമേരിക്ക കണ്ടുപിടിച്ചത് ആരാ? ചോദ്യമാണ്. പക്ഷെ സംവാദത്തിൽ ചോദ്യാ. അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്നുള്ള വിഷയത്തിൽ, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന വിഷയത്തിലല്ല. അത് എഴുതണോ? നിങ്ങൾക്ക് എഴുതിക്കോളൂ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. മക്കയിലെ മുശ്രിക്കുകൾ എന്താ വിശ്വസിച്ചത്? നിങ്ങളുടെ പൂർവികരാണോ അല്ലേ എന്ന് നിങ്ങൾക്കറിയില്ല. അവരുടെ വിശ്വാസം ഞങ്ങൾ പറഞ്ഞു തരാം. പക്ഷേ വ്യവസ്ഥ മാറ്റി എഴുതണം. നിങ്ങളുടെ ചോദ്യം അവശേഷിക്കുന്നു, തീർച്ചയായും അവശേഷിക്കും. കാരണം എന്താണ്? വിഡ്ഢികളുടെ ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞതല്ല. നിങ്ങളെ മൂത്താപ്പ സലാന്തുല്യം എന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങളെ കോട്ടക്കൽ ചോദ്യമൊക്കെ വിഡ്ഢികളുടെ ചോദ്യമാണ്. എന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. അത് ഞാൻ ആവർത്തിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് പറയുന്നു, വേണമെങ്കിൽ ജിന്നുകളെ സഹായം തേടിക്കോ, ആരെയും പിടിച്ചോ, ഒരു ചോദ്യം തരോ, ചോദിക്ക് നിങ്ങള്. ഇത്രയും അധികം ചോദ്യത്തിന് അവസരം കിട്ടിയിട്ട് മാന്യമായി ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജീവൻ എന്ന് പറയുന്ന സാധനങ്ങളാണല്ലോ മുമ്പിലിരിക്കുന്നത്. വൻതോക്കുകൾ ഇല്ല, അതിന്റെ കാറ്റുപോയിരിക്കുന്നു. അതിന്റെ തെളിവാണ് ആലുവ സംവാദം. പഠിച്ചു വെച്ചോളൂ. ജനങ്ങൾ കൃത്യമായി പഠിച്ചു. മുജാഹിദുകൾ ഇക്കാലം വരെ ഉണ്ടാക്കിയ എട്ടുകാലിയുടെ വല ഇവിടെ പൊട്ടിപ്പൊടിഞ്ഞു, കാറ്റിൽ പറന്നുപോയി. എന്താ കാരണം? വഫാത്തിന് ശേഷം
ശേഷം റസൂലുള്ളാഹിനെ വിളിക്കുന്നത് പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്നു പറഞ്ഞാൽ അത് നിങ്ങളുടെ നിർവചനമായി നിങ്ങൾ പല സ്ഥലത്തും എഴുതി വെച്ചതനുസരിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നത് ശിർക്കാണ് എന്നുവരെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചൂടായിട്ട് കാര്യമില്ല, വിഷയം തെളിഞ്ഞുപോയി. അതെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു, വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ പോലും ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ പറയുന്നു മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ശിർക്കാണ്. റസൂലുള്ള പറയുന്നു ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ പറയുന്നു ശിർക്കാണ്, റസൂലുള്ള പറയുന്നു ഉത്തരം ചെയ്യും. നിങ്ങൾ പറയുന്നു ശിർക്കാണ്, റസൂലുള്ള പറയുന്നു ഉത്തരം ചെയ്യും. മക്കാ മുശ്രിക്കീങ്ങളെ വിശ്വാസം തിരിയാത്ത ആളാണോ മുഹമ്മദുർ റസൂലുള്ളാഹി? നിങ്ങൾ പറയണം. മക്കയിലെ മുശ്രിക്കീങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത ആളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അതാണോ നബി തങ്ങൾ? എന്താണ് നിങ്ങൾ പറയാത്തത്? അൽഹംദുലില്ലാഹ്, ഞങ്ങളുടെ വാദം അടിവരയിട്ടുകൊണ്ട് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. മുജാഹിദുകളെ, നിങ്ങൾ കിടക്കുമ്പോഴെങ്കിലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക. ഇത് ആഖിറത്തിന്റെ വിഷയമാണ്, പരലോകത്തിന്റെ വിഷയമാണ്. നിങ്ങളെ ഈ തൗഹീദ് പറഞ്ഞു പറ്റിക്കുന്ന വലിയ വലിയ ആളുകൾ മുമ്പിലിരുന്നിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സഹതാപം തന്നെ, ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി എങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അവിടെ നിങ്ങൾ വീണ്ടും അനുഭവിക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ ജിന്നിനെ ബുക്ക് ചെയ്തോ, സഹായത്തിന് വേണ്ടി. രക്ഷയില്ല. ഞങ്ങളുടെ വിഷയം വളരെ വ്യക്തമാണ്. നിങ്ങൾ പറഞ്ഞ നിർവചനം അബദ്ധമാണ്. രേഖ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വാക്കാണ്. അതിന്റെ ഇടയിൽ മക്കാ മുശ്രിക്കീങ്ങളെ തിക്കി കയറ്റി മൂപ്പര് കയറ്റുക. എന്നിട്ട് എന്തിനാ വിഷയം മാറ്റാൻ വേണ്ടി? അതൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തലയാട്ടിയത് കൊണ്ടായില്ല, കൃത്യമായി എന്ന് പറഞ്ഞത് കൊണ്ടായില്ല, തന്നെ എന്ന് പറഞ്ഞത് കൊണ്ടും ആയില്ല, പൊട്ടന്മാരെ എന്ന് വിളിച്ചത് കൊണ്ടും ആയില്ല. നിങ്ങൾ വിഷയം പഠിക്കണം എന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേ, ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിഞ്ഞോ? ഇല്ല, കഴിയില്ല. കാരണം എന്തുകൊണ്ട്? രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓരോന്നോരോന്നായി ഞങ്ങൾ തെളിയിക്കും. ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒറ്റ ചോദ്യം, അത് തന്നെ വൃത്തത്തിന്റെ പുറത്ത്. അതെ, ഞങ്ങൾക്ക് സഹതാപം തോന്നുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ. ഇത്ര വലിയ ആളുകളാണോ ഇങ്ങനെ കുടുങ്ങിപ്പോയത്? ഇനി ആരാണ് വരാനുള്ളത്? നിങ്ങൾ ചിന്തിക്കണം. ജിന്നുകളെ സഹായം തേടുക തന്നെ. മൗലവി വല്ലാതെ വിഷമിച്ചു പോയി അല്ലേ? കുഴപ്പമില്ല, സുന്നത്ത് ജമാഅത്തിലേക്ക് വരിക. ചോദ്യോത്തരത്തിൻ്റെ ഒന്നാം സെഷൻ മുജാഹിദ് പക്ഷം സുന്നികളോട് ചോദ്യം ചോദിക്കുകയായിരുന്നു. അടുത്ത സെഷൻ സുന്നികൾ മുജാഹിദ് വിഭാഗത്തോട് ചോദ്യം ചോദിക്കുന്നതാണ്. അതിനിടയിൽ 5 മിനിറ്റ് റെസ്റ്റാണ്. അതുപോലെ സദസ്സിൻ്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത അപശബ്ദങ്ങളൊന്നും ഉയർത്തരുത് എന്ന് മാത്രമല്ല, ഓരോ വിഭാഗത്തിനും അവരവരുടെ വളണ്ടിയേഴ്സ് തന്നെ ഉണ്ട്. അവർ പരസ്പരം നിയന്ത്രിക്കുക. അപ്പുറവും ഇപ്പുറവും മാറി വരുന്നത് പരസ്പരം കുഴപ്പങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്റ്റേജിൽ നിന്ന് പണ്ഡിതന്മാർ വളരെ നന്നായി തന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രോതാക്കളാണ് എന്ന ഓർമ്മയും ശ്രദ്ധയുമുണ്ടെന്ന് ഈ സദസ് ഉണ്ടാവണമെന്ന് ഈ സദസ്സിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സഹകരിക്കുക. ചോദ്യം ചോദിക്കാനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ സംവാദത്തിൽ ഇനി മുജാഹിദ് പക്ഷത്തോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയും അവർ മറുപടി പറയുകയും ചെയ്യുക എന്നതാണ് ഇനി ഇൻഷാ അല്ലാഹ് നടക്കാൻ പോകുന്നത്. ഇതുവരെ രാവിലെ മുതൽ ദുആഇന്റെ നിർവചനത്തിൽ മുജാഹിദ് പക്ഷത്തിന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അതാണ് കാര്യത്തിന്റെ കിടപ്പ് എന്ന് എല്ലാവരും മനസ്സിലാക്കി. കാരണം അല്ലാഹു അല്ലാത്തവരോട് അയ്യൂബ് നബി പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹു അല്ലാത്തവരോട് ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടില്ല.
എന്നിങ്ങനെ സാധാരണ കവലകളിൽ വെച്ച് പറയുന്ന മാറ്റർ, അത് പറയുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പ്രാർത്ഥന എന്ന് പഠിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ നടത്തിയത്. അതുകൊണ്ടാണ് മുജാഹിദുകളുടെ നിർവചനം നാം വായിച്ചത്. അതുകൊണ്ട് എന്താണ് പ്രാർത്ഥന, എന്താണ് ദുആ എന്നതിലാണ് തർക്കമിരിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിനോട് മാത്രം ചെയ്യാവുന്ന പ്രാർത്ഥന അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അതിലൊന്നും തർക്കമില്ല. എന്താണിപ്പോ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഭവം, അതിലാണ് തർക്കമിരിക്കുന്നത്. അതിനാണ് മുജാഹിദിന്റെ നിർവചനം നമ്മൾ വായിച്ചത്. നിർവചനം വായിച്ചപ്പോ എന്റെ സുഹൃത്ത് കട്ടു എന്നൊക്കെ പറഞ്ഞതെങ്കിലും അത് മൂപ്പരുടെ ഒരു ആശ്വാസത്തിന് നല്ലതാണ് എന്നതല്ലാതെ അതിലൊന്നും അങ്ങനെയില്ല എന്ന് നമ്മൾ തെളിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ഞാൻ ആ നിർവചനം ഒന്നുകൂടി വായിക്കുകയാണ്. രണ്ടിലുമുണ്ട് നിർവചനം. നിങ്ങൾ ആദ്യം 3-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നിർവചനമാണ് വായിക്കുന്നത്, പിന്നെ നമുക്ക് 4-ാം ക്ലാസ്സിലെത്തും വായിക്കാം. ഒക്കെ നിങ്ങൾ പുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് അനസുമൗലവി പറഞ്ഞിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ പുസ്തകമൊക്കെ നന്നായി വായിച്ചു പഠിക്കണം. ഞങ്ങൾ വായിച്ചു പഠിക്കാറുണ്ട്, അങ്ങനെയാണ് നിങ്ങളെ പിടിച്ചു കെട്ടുന്നതും അതിനുവേണ്ടിയാണ് നിങ്ങൾ വായിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നിർവചനം മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത, പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ KNM പ്രസിദ്ധീകരിക്കുന്ന സ്വഭാവ പാഠങ്ങൾ 3-ാം ക്ലാസ്സിലേക്ക് എന്ന പുസ്തകത്തിലെ 17-ാമത്തെ പാഠം പ്രാർത്ഥന, 46-ാമത്തെ പേജ്. മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന ദുആ എന്ന് പറയുന്നത്. ഇനി 4-ാമത്തും വായിക്കാം, ഒക്കെ വായിക്കാം, നമുക്കൊന്നും ഒരു പേടിയില്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനിയും ആവശ്യപ്പെട്ടാൽ ഇനിയും വായിക്കും, അതിലൊരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം എന്തായി? മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാണല്ലോ മുജാഹിദുകൾ പഠിപ്പിച്ച നിർവചനം. അത് തെറ്റാണ് എന്നാണ് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അതെന്താണ് ചോദ്യം? നന്നായി ശ്രദ്ധിച്ചോളൂ, ഞങ്ങൾ കേട്ടിട്ടില്ല എന്നൊന്നും പറയണ്ട. ഈ നിർവചനം നിങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. ഒരു സത്യവിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് റസൂലുള്ളാഹി ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ ചോദിക്കുന്നത് ശിർക്കാണോ ശിർക്കല്ലേ? അതാണ് ചോദ്യം. ചോദ്യം വളരെ കൃത്യമാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആണോ അല്ലേ എന്നതാണ് ചോദ്യം. ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, ബാക്കിയൊക്കെ നമുക്ക് പറയാം. ഒന്ന് വന്നാൽ തന്നെ നിങ്ങളെ നിർവചനം പൊളിയോലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? ഈ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ആളെ മാറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ആള് മാറാം, ആദ്യത്തെ ആളാവാം, അത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് മറുപടിയാണ് ആവശ്യം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ശിർക്കാണോ അല്ലേ? മുജാഹിദ് പ്രസ്ഥാനം ഏതായാലും നിങ്ങളെപ്പോലെയല്ല. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തന്നെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം പ്രമാണങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചത് അവന് ആരാധന അർപ്പിക്കാനാണ്. എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന് ആരാധന അർപ്പിക്കേണ്ടത് എന്ന് അവന്റെ ദൂതന്മാരെ നിയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ദൂതന്മാർ മുഴുവൻ അവരുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും തങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രം നടത്തി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് വിഷയാവതരണത്തിലും തുടർന്ന് നേരത്തെ ചോദ്യം ചോദിക്കുന്ന അവസരങ്ങളിലും ഞങ്ങളത് വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ എന്ന് പ്രഖ്യാപിക്കാനായി അള്ളാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടതും നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ ആരോടും നിങ്ങൾ പ്രാർത്ഥന നടത്തരുത്, ദുആ നടത്തരുത് എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചത് നാം നേരത്തെ വിശദീകരിച്ചു. ഈ ഖുർആൻ ഇങ്ങനെ വിശദീകരിച്ചത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് മാത്രം നടത്തിയതായി, അത് പഠിച്ച സഹാബികൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചതായി നാം മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ ഇന്ന് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ ഖുർആനിന് സംശയമില്ലാത്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യദീൻ പഠിപ്പിക്കാനായി ഈ ലോകത്തേക്ക് നിയോഗിച്ച അംബിയാഇന് സംശയമില്ലാത്തതുപോലെ അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബ കിറാമിന് സംശയമില്ലാത്തതുപോലെ മുജാഹിദുകൾക്കും സംശയമില്ല. താൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുവാനും അതിന് ഉത്തരം ചെയ്യുവാനുമുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് ചോദിച്ചാൽ, എന്തേ ഇപ്പോൾ ഖബറിനരികിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയത്? കുറെ നേരമായല്ലോ നിങ്ങൾ ഖബറിനരികിൽ മാത്രമായിട്ട്. ഇതുവരെ ലോകത്തെല്ലാ സ്ഥലത്തു നിന്നും വിളിക്കലായിരുന്നല്ലോ. ഖബറിനരികിൽ നിന്നാകട്ടെ, ഇനി ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നാകട്ടെ, ഈ പറഞ്ഞതുപോലെ തന്റെ പ്രാർത്ഥന കേൾക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും. അതേപോലെ തന്റെ പ്രശ്നം പരിഹരിക്കുവാൻ അള്ളാഹുവിന്റെ റസൂലിന് കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ചോദിച്ചാൽ എന്ന ചോദ്യം തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ ചോദിക്കില്ല. ഒരാൾ ചോദിക്കാം, അങ്ങനെ ചോദിക്കുന്നയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കില്ല. കാരണം അവനറിയാം താൻ ചോദിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. താൻ ചോദിക്കുന്ന ഈ ചോദ്യം മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ചര്യയ്ക്ക് എതിരാണ് എന്നറിയാവുന്നത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന, മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ഒരാൾ ചോദിക്കില്ല. അതുകൊണ്ടല്ലേ സഹാബികൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്ന് ഇപ്പൊ ചില ആളുകളൊക്കെ പറയാറുള്ളത് പോലെ ഞങ്ങളുടെ സദസ്സിലേക്ക് നേരിട്ട് വന്ന് ഞങ്ങളെ ഒന്ന് പരിഹരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ സഹാബികൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക, എന്റെ അമ്പിയാക്കളോടും പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ടില്ല. വീണ്ടും ആവർത്തിക്കുന്നു ഉത്തരം, പറഞ്ഞില്ലെന്ന് പറയരുത്. അങ്ങനെയല്ല പറയേണ്ടത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ പറഞ്ഞില്ലെന്ന് പറയരുത്. സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂല് ഏത് ഭാഗത്ത് നിന്ന്, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും വഫാത്തിന് ശേഷം ഇപ്പോൾ വിളിച്ചാൽ അത് കേൾക്കുവാൻ, എന്റെ ഇഷ്ടം പറഞ്ഞാൽ അത് കേൾക്കുവാൻ, ഉത്തരം ചെയ്യുവാൻ റസൂലിന് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അരികിൽ നിന്നാകട്ടെ, ഖബറിന്റെ പുറത്ത് നിന്നാകട്ടെ, ആ ഖബറുള്ള നാട്ടിൽ നിന്നാകട്ടെ, മറ്റേതെങ്കിലും നാട്ടിൽ നിന്നാകട്ടെ പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതുകൊണ്ട് തന്നെ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് മുജാഹിദുകൾക്ക് പഠിപ്പിക്കാൻ. അത് തന്നെയാണ് എന്നും മുജാഹിദുകൾ പറയുന്നത്. അതിലൊരു അഭിപ്രായ വ്യത്യാസവും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുകൂടി വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. വഖല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നമ്മുടെ രക്ഷിതാവായ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു പറഞ്ഞത് നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾ നൽകുമെന്നാണ്. അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, പ്രാർത്ഥന കേൾക്കുവാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം. അതിനെ തുടർന്ന് തന്നെയാണ് ഖുർത്തുബി പറഞ്ഞത് അമ്പിയാക്കളും അതിൽ പെടും എന്ന് കൃത്യമായി ഖുർത്തുബി തന്നെ വിശദീകരിച്ചത്. ഈ ചോദ്യം ചോദിക്കും എന്നറിയാതെയാവാം നേരത്തെ പറഞ്ഞു പോയത്. ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കൂടിയാലോചിച്ച് ചോദിക്കുന്നതാകും നന്നാവുക എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഉത്തരം വളരെ
ാണ് പ്രാർത്ഥന. നമ്മൾ ഇന്ന് തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന, എന്റെ പ്രശ്നം പ്രയാസം കേൾക്കാൻ അറിയാൻ, അതിന് ഉത്തരം ചെയ്യാൻ, ഞാൻ സന്താനമുണ്ടാകാൻ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് റസൂലിനെ വിളിച്ച് ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ ആ പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനും അല്ലാഹുവിന്റെ റസൂലിന് കഴിയും എന്ന വിശ്വാസത്തോടെയാണെങ്കിൽ അത് ശിർക്കാണ്, അത് ഇസ്ലാം അനുവദിക്കാത്തതാണ്. വീണ്ടും പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിലാക്കിയ ഒരാൾ അങ്ങനെ ചെയ്യില്ല. ഇങ്ങനെയാ മറുപടി പറയേണ്ടത്. ഇങ്ങനെ മറുപടി പറഞ്ഞ് പ്രമാണങ്ങളുടെ പിൻബലത്തോടെ സ്ഥിരപ്പെടുത്താൻ കഴിയണം. നിങ്ങൾക്കെന്തേ മറുപടി പറയാൻ കഴിയാതിരുന്നത്? പ്രമാണങ്ങളുടെ പിൻബലമില്ല, പ്രമാണങ്ങൾ നിങ്ങൾക്കെതിരാണ്. നിങ്ങളുടെ ആംഗ്യങ്ങളുണ്ടാകാം, നിങ്ങളുടെ വാക്കുകളുണ്ടാകാം. ചോദിച്ചല്ലോ നേരത്തെ, എവിടെ ഹദീസ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെപ്പോലെയല്ല, അതിപ്പോ മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. കാരണം എന്തുകൊണ്ട്? ഞങ്ങളെപ്പോലെ നിങ്ങളുള്ളത്. നിങ്ങൾ ചോദിച്ച അവസരത്തിലൊക്കെ പൊട്ടത്തരമാണ് ചോദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് പറഞ്ഞു ഞങ്ങൾ മറുപടി പറയേണ്ടി വരും. കാരണം എന്താണ്? ഞങ്ങളുടെ ചോദ്യം വിഷയത്തിന്റെ അകത്താണ്. ഞങ്ങൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ, നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്ന് ഞങ്ങൾ പഠിപ്പിക്കുമെന്ന്. അതാ മൗലവി പഠിപ്പിച്ചത്. ശരി, നിങ്ങളുടെ മറുപടി വളരെ കൃത്യമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ മൂപ്പര് ഖബറിന്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. അത് മതി നിങ്ങളെ നിർവചനം പൊളിയാൻ. ഓരോന്നോരോന്ന് പറഞ്ഞുതരാ, അത് നിങ്ങൾ സമ്മതിക്കും. എന്നിട്ട് രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു തരും. എല്ലാ സ്ഥലത്തൊന്നും പറ്റുകയില്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. ഖബറിന്റെ അരികിൽ തന്നെ ചോദിക്കാമെന്ന് വന്നാൽ നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അങ്ങനെ വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശരി, അപ്പോഴാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ഉത്തരം ഓഡിയൻസ് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത്, ഖബറിന്റെ സമീപത്ത് വന്ന് ഞാൻ വിളിച്ച വിളി നബി തങ്ങൾ ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ കേട്ടോളൂ, ലോകത്ത് ശിർക്കും തൗഹീദും ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നേതാവിനേക്കാൾ തൗഹീദ് തിരിഞ്ഞവരുണ്ടാവുകയില്ലല്ലോ. അതാ പറയുന്നു, കേട്ടോളൂ ഹദീസ്. ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. റസൂലുള്ളാഹി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ അത് ശിർക്കാണല്ലോ. ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? നിങ്ങളുടെ ആ മലക്കോട്ടകളൊന്നും നടക്കുകയില്ല. ഹദീസ് എവിടെയാണുള്ളത്? ഒന്ന് പറഞ്ഞു തരാം. താരീഖു ദിമഷ്ക്, ഇബ്നു അസാക്കിറിന്റെ താരീഖു ദിമഷ്കിന്റെ 3-ാം വാള്യത്തിന്റെ താരീഖു ദിമഷ്ക് ഇബ്നു അസാക്കിർ 47-ാം വാള്യത്തിന്റെ 493-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് ശിർക്കാണെങ്കിൽ ആ കിതാബിൽ അത് ഉദ്ധരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. താരീഖ് ഇബ്നു അസാക്കിറിന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥം ഉപയോഗിക്കുന്നത് ശിർക്ക് പറയാനല്ലല്ലോ. അത് തന്നെ മതിയല്ലോ തെളിവ്. ശിർക്കാണോ അല്ലേ എന്നതാണല്ലോ നമ്മുടെ ചർച്ച. അതോടുകൂടി പോയല്ലോ നിങ്ങളെ തെളിവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഹദീസ് പഠിച്ചു വെക്കുക.